ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാമാഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മ ഹൃദയ ആദികവയേ മുഹ്യന്തി യൽസൂരയഃ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നമസ്കാരം. ഈ വേദിയിലിരുന്നു കൊണ്ട് കുറച്ച് നിമിഷങ്ങൾ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മളൊന്ന് അനുസ്മരിക്കുകയാണ്. 3-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം എന്ന് എടുത്തു പറയാം. പക്ഷെ ഇവിടെ അനൗൺസ്മെൻറ്റിൽ കേട്ടിട്ടുണ്ടാവും, നോട്ടീസിലും കാണാം. അത് വൃത്തിയായിട്ട് ചിട്ടപ്പെടുത്തുന്നവർ അതിന് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു പേരിലെ വ്യത്യാസം. ഉള്ളിൽ തെളിഞ്ഞ ഉജ്ജ്വല രൂപം ഉണർത്തിയ ഉദ്ഗാരം എന്നുള്ള നിലയ്ക്ക്. വലിയ വലിയ വാക്കൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അവിടെ ഇവിടെ നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു സംഗതിയാണ് പുരാണ കഥകളിലെ കഥയിൽ ചോദ്യമില്ല എന്ന ഭാഗം. എന്ന് പറഞ്ഞാൽ ഇന്നും ചില കുട്ടികൾ എന്താണ് സാർ മതവും അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ചിലരെങ്കിലും പറഞ്ഞു കൊടുക്കണത് കേൾക്കുന്നുണ്ട്, പുരാണ കഥകളോട് ചോദ്യം ചോദിക്കരുത്, അവ നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ പിടിച്ചു നിർത്തും, സംശയം ഉണ്ടാവാൻ പാടില്ല, പറഞ്ഞ പോലെ കേട്ടോളണം. ശാസ്ത്രം അങ്ങനെയല്ല. എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, കൃത്യമായിട്ട് നമുക്ക് തെളിവോടുകൂടി ഉത്തരം പറഞ്ഞു തരും. സ്വാഭാവികമായിട്ടും ഇന്ന് വളർന്നു വരുന്ന ചിന്തിക്കാൻ അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പുരാണ കഥകളേക്കാൾ താല്പര്യം ശാസ്ത്രത്തിലേക്ക് തോന്നും. അത് വിരോധമില്ല. പക്ഷെ പുരാണ കഥകളെ വല്ലാണ്ട് ഇകഴ്ത്തുകയും ചെയ്യും ചിലപ്പോൾ. പക്ഷേ നമ്മൾ ഈ ഗ്രന്ഥത്തിലെ കഥകളും അതിൻ്റെ ചില ചിത്രീകരണങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ നോട്ടത്തിൽ ഒട്ടും നമുക്കങ്ങോട്ട് യുക്തിക്ക് നിരക്കാത്ത ചിത്രമായിട്ട് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴാണ് ആ ചിത്രത്തിന് പിന്നിലുള്ളത് എന്താ എന്നൊന്ന് അന്വേഷിക്കാൻ തോന്നുക. സംശയം തോന്നണം, ചോദ്യം ചോദിക്കാൻ തോന്നണം. അങ്ങനെ ചോദിക്കുന്നവനാണ് ആ ചിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ഉത്തരം കിട്ടുക. ആ സംശയത്തോടു കൂടി നോക്കണവന് മാത്രമാണ് ആ ചിത്രത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുക. അല്ലെങ്കിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒക്കെ കുറേ കുഴപ്പങ്ങളുണ്ടാക്കും, സംശയമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ അന്ന് നേരെ മേലിട്ട് നോക്കണ ആൾക്കാരാണ് നമ്മളൊക്കെ. ടി വിയിലെ സീരിയലിൽ വൃത്തിയായിട്ട് കാണുന്നുമുണ്ട്. മുകളിൽ ആടുന്ന പാമ്പിനെ അവർക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അനിമേഷനിൽ ഇളകുന്ന ഒരു പാമ്പാവും. ആ പാമ്പിൻ്റെ ശയ്യയിലിരുന്ന് മലയാളം ചാനലിൽ മലയാളത്തിലും ഹിന്ദി ചാനലിൽ ഹിന്ദിയിലും
തൊട്ടടുത്ത് നിൽക്കുന്ന ലക്ഷ്മി ദേവിയോട് താഴത്തേക്ക് നോക്കിയിട്ട് നോമെല്ലാം കാണുന്നു എന്ന് പറയുന്ന ഒരു വിഷ്ണു രൂപം, പാർവതിയോട് നോമെല്ലാം കാണുന്നു എന്ന് പറയുന്ന ഒരു ശിവരൂപം. ഈ ചിത്രം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ, ഇന്ന് റോക്കറ്റിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ഒരു ഘട്ടത്തിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു രൂപത്തിൽ ഒരു ഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇനി ഇന്ന് വിശ്വാസമാവില്ല എന്ന് മാത്രമല്ല, നമ്മുടെ തന്നെ ഈ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഓരോന്നും നോക്കുമ്പോൾ ഇതേ ചിത്രങ്ങൾ പോലും ഒരു പ്രഥമ പടിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭാഗവത ഗ്രന്ഥത്തിൽ പോലും അവസാന ഒരു ഭാഗത്ത് കാണിച്ചു തരുന്നുണ്ട്, 4 കൈകളോടൊക്കെ കൂടി അതിൽ ശംഖചക്രഗദാ പത്മങ്ങളെ ധരിച്ചും കൊണ്ട് നമ്മൾ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ. ആ രൂപം ഈശ്വരഭാവത്തിൻ്റെ പലവിധ പ്രത്യേകതകളെ നമ്മുടെ മുന്നിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പാകത്തിന് ഒരു രൂപമാക്കി കൊണ്ടുവന്ന് തന്നിരിക്കുന്നതാണ് എന്നുള്ളത് ഇതുകൂടി ഓർമ്മയിലിരിക്കണം. പിന്നെ നമ്മൾ ഇവിടുത്തെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വിഷയം ബ്രഹ്മാവ് ഇരിക്കുന്ന ഒരു താമരപ്പൂവും അതിനാധാരമായ ഒന്നെന്തെന്ന് ബ്രഹ്മാവ് അന്വേഷിച്ചു പോണതും വിഷ്ണു രൂപത്തിൽ ഭഗവാനെ ദർശിക്കുന്നതുമാണ്. തൃതീയ സ്കന്ധത്തിൽ ആ ഒരു ഭാഗത്തുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ നേരത്തെ ഇവിടെ അനുസ്മരിച്ചു, വിതുരനും ഉദ്ധവനും തമ്മിൽ കണ്ടുമുട്ടിയത്. ഉദ്ധവനിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ കേട്ടിട്ട് വിതുരൻ ക്രമേണ എത്തിച്ചേരുന്നത് ഹരിദ്വാർ എന്ന പ്രദേശത്താണ്. അവിടെ മൈത്രേയ മഹർഷിയെ കണ്ടുമുട്ടും. നമുക്കൊക്കെ വളരെയധികം പ്രചോദനമായിട്ടുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത വിതുരൻ മൈത്രേയ മഹർഷിയുടെ മുന്നിൽ അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം വാ അന്യതുപാരമം വാ വിന്ദേത ഭൂയസ്തത ഏവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്ന എന്ന് പറഞ്ഞുകൊണ്ട് പല നാടുകളിലും സഞ്ചരിച്ച ആളാ വിതുരൻ. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി, വ്യത്യസ്ത മനുഷ്യർ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വലിയവർ, പല ആചാരങ്ങളുള്ളവർ, പല ഭാഷകൾ, പല വസ്ത്രധാരണ രീതികൾ, പല ഭക്ഷണ രീതികൾ, പല വിശ്വാസങ്ങൾ, പല സങ്കല്പങ്ങൾ, പല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർ. ഇവരെയെല്ലാം കണ്ട വിതുരന് മനസ്സിലാകാൻ സാധിച്ചതാണ്, എല്ലാവരും വ്യത്യസ്തരായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിലും വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് ജീവിതത്തിൽ വെക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, സുഖം എന്നൊന്ന്. ശ്രീനാരായണ ഗുരുദേവനും പറയുന്നു, അവനിയിൽ ഒരൊറ്റ മതമേ ഉള്ളൂ അത്ര. ശരിക്ക് എന്താ ചോദിച്ചാൽ എല്ലാവർക്കും സുഖമായിരിക്കണം എന്നുള്ള ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ. ആ മതം വെച്ച് എല്ലാവരും ഒറ്റ മതത്തിലാണ്, അതിലൊരു വ്യത്യാസവും വരില്ല എന്നാണ്. അത് ഒരുവനെ തലോടുന്നവനും ശരി അടിക്കണവനും ശരി ഈ മതത്തിൽ പെടും. കാരണം എന്താ വെച്ചാൽ തലോടുന്നവൻ തലോടുന്നത് അവനെ കൂടി തലോടി ജീവിച്ചാലേ എനിക്ക് സുഖാവുള്ളൂ എന്ന് കരുതിയിട്ടാണ്. അടിക്കണവൻ അടിക്കണത് അവനെ അടിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായാലേ എനിക്ക് സുഖാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. ലോകത്തെ ഏത് പ്രവൃത്തി ചെയ്യണവരും അങ്ങനെയാണ്. കക്കണവരും കൊല്ലണവരും അടിപിടികൾ ഉണ്ടാക്കണവരും സ്വന്തം ദേഹത്ത് ബോംബ് വെച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പൊട്ടിക്കണവരും സുഖമാണ് ലക്ഷ്യം വെക്കുന്നത്. എങ്ങനെയോ സുഖമുണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ്. എന്നാൽ സത്യത്തിലും ദയയിലും ഉറച്ചു നിൽക്കണവരും അതിലൂടെയേ സുഖം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഈ ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കണവരുടെയും ഉദ്ദേശം ഏകദേശം അതന്നെയാണ്. പലതരത്തിലാവാം. പേരും പ്രശസ്തിയും കൊതിച്ച് ഇവിടെ വന്ന് പ്രഭാഷണം ചെയ്യണ ഒരു വ്യക്തിക്ക് പേരും പ്രശസ്തിയും കിട്ടിയ സുഖമായി. ഒരു വിഷയം നല്ലതുപോലെ അവതരിപ്പിക്കണം എന്ന് ചിന്തിച്ച് വരുന്ന വ്യക്തിക്ക് കുറച്ച് നിമിഷം അങ്ങനെ ഒന്ന് അവതരിപ്പിക്കാൻ സാധിച്ചാൽ സുഖാവും. എന്തെങ്കിലും ചിലത് കേട്ട് മനസ്സിലാക്കണം എന്ന് ചിന്തിക്കണവർക്ക് കേട്ട് മനസ്സിലാക്കിയാൽ സുഖം ഉണ്ടാവും. ഞാനിവിടെ വന്ന് പങ്കെടുത്തു എന്ന് ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഞാൻ പെട്ട അതും സുഖാവും. ഇനി ഇതൊന്നും അല്ലാണ്ടേ ഇങ്ങനൊരു മഹാസത്രം ഇവിടെ നടക്കുമ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ വന്നിരുന്ന ഭഗവാൻ അതിൻ്റെ ഒരു ബോണസ് പോയിന്റ് എനിക്ക് തന്ന എൻ്റെ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് വിചാരിക്കണവരും അവരും ഉദ്ദേശിക്കുന്നത് സുഖം തന്നെയാണ്. എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. പക്ഷെ വിതുരൻ കണ്ടെത്തി ഒന്നും കൂടി ഉണ്ട്. സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും ജീവിതത്തിൽ ശ്രമിക്കണത് എന്നുണ്ടെങ്കിലും സുഖം അവർക്ക് ലഭിക്കണില്ല. ദുഃഖം ധാരാളം ഉണ്ടേനും.
എന്ന് പറയണ്ട കേട്ടോ, നമ്മുടെയൊക്കെ കാര്യം തന്നെയാണ് പറയണേ. ജീവിതത്തിൽ ഇന്നേ വരെ കരയണം എന്ന് കൊതിച്ച് നമ്മൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. ഇന്നേ വരെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ഒരു കാര്യവും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് പ്രശ്നം ഉണ്ടാവണം എന്ന് കരുതി ഒരു കാര്യവും നമ്മൾ ചെയ്യില്ല. ഒരു ചിന്ത പോലും വരില്ല, ഒരു വാക്ക് പോലും നമ്മൾ പറയില്ല, ഒരു പ്രവൃത്തി പോലും നമ്മൾ ശാരീരികമായിട്ട് ചെയ്യില്ല. ചെയ്യണത് അബദ്ധമായിട്ട് മാറാം, പക്ഷെ ചെയ്യുമ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സുഖം എന്നുള്ളത് മാത്രമാണ്. എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരമ്പലത്തിൽ പോയിട്ട് പോലും നമ്മൾ കുറച്ച് ദുഃഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കില്ല. പക്ഷേ എത്ര വിചിത്രമാണെന്നറിയോ, സുഖം ലക്ഷ്യം വെച്ച് പെരുമാറുന്ന നമുക്കും ജീവിതത്തിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ, പഠിപ്പായാലും ജോലിയായാലും പണം നേടിയെടുക്കണതായാലും വിവാഹം കഴിച്ചാലും മക്കളുണ്ടായാലും സുഖം മാത്രം ലക്ഷ്യം വെക്കണം നമുക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ. ഇതൊക്കെ കാരണം എന്തുകൊണ്ടാ? വിതുരൻ തന്നെ കണ്ടെത്തിയിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മളൊന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് എടുക്കുകയാണ്. ഒട്ടും ഈ ശ്ലോകത്തിന് വിരുദ്ധമായതാവില്ല. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാദ് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ എന്ന് വിതുരൻ പറയുന്നു. ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കുന്നവന് വിശേഷണം വിതുരൻ കൊടുക്കുന്നതാണ് അധർമ്മശീലൻ, കൃഷ്ണനിൽ നിന്ന് വിമുഖൻ എന്നിങ്ങനെ രണ്ടെണ്ണം. ധർമ്മം എന്നത് ഏത് രീതിയിൽ ജീവിച്ചാലാണോ നമുക്ക് സുഖമാവുക അതിനെ പറയണമെന്നുണ്ടെങ്കിൽ, അധർമ്മം എന്ന് പറയണത് അബദ്ധത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ജീവിത രീതി, അത് തന്നെ ശീലമായി പോണു ആൾക്കാർക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കുള്ള അബദ്ധങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ജീവിതത്തിൽ. നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും മുന്നോട്ട് പോണത് നമ്മൾ നാളെ കരയാൻ പാകത്തിനാണ്. നമുക്ക് നാളെ ഇഷ്ടം പോലെ മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും അനുഭവിക്കാൻ പാകത്തിനാണ്. നമ്മൾ അറിയണില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. വിതുരൻ പറയണു, കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാ, ഇന്നലെയും അങ്ങനെ ആയതുകൊണ്ടാണ്. എന്തേ ഇന്നലെകളിലും അങ്ങനെ ആവാൻ കാരണം? വിതുരൻ പറയണു, കൃഷ്ണനിൽ നിന്ന് വിമുഖരായതുകൊണ്ട് എന്ന്. കേവലം ഒരു കൃഷ്ണ വിഗ്രഹം എടുക്കണ്ട, ഈശ്വരൻ എന്നുള്ള ഭാവത്തിലെടുത്താൽ, ഇതിനെല്ലാം പിന്നിലുള്ള അറിവ് ശക്തി എന്നുള്ള രൂപത്തിലെടുത്താൽ, എല്ലാറ്റിനും പിന്നിലുള്ള ഈശ്വരനെ ശ്രദ്ധിക്കാത്തവർക്ക് ഇതെങ്ങനെയാ കൊണ്ട് നടക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും അബദ്ധം പ്രവർത്തിക്കാൻ തോന്നിയിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. ഏറ്റവും സിമ്പിളായിട്ടുള്ള വ്യാഖ്യാനമാണ്. നമ്മുടെ ജീവിതം, ഈ ചുറ്റും കാണുന്ന ലോകം, ഇവിടുത്തെ ജനന മരണ നിയമങ്ങൾ, പലതരത്തിലുള്ള പ്രത്യേകതകൾ, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള രഹസ്യമായ ഈ ഒരു ഡിസൈനിന് പിന്നിലുള്ള ഇതിനാധാരമായ ആ ഒന്നിനെ ശ്രദ്ധിക്കാത്തവർക്ക് എങ്ങനെയാ ഇത് കൊണ്ട് നടക്കേണ്ടത് എന്ന് അറിയില്ല. അതുമൂലം പ്രശ്നങ്ങൾ വരും. അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം, അറിവിൽ നിന്ന് വിമുഖരായതുകൊണ്ടാണ് പ്രശ്നം. ഇനി ഒരു 1-2 ഉദാഹരണങ്ങൾ എടുത്താൽ കാര്യം പെട്ടെന്ന് തെളിയും. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം ഏതാ ചോദിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കണതാ. ഇവിടെ ഇരിക്കണ ഏതെങ്കിലും ഒരാൾ വയറ് കേടാവാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ? ഇവിടെ ഇപ്പോൾ കുട്ടികളെയൊന്നും കാണാനില്ല. കുട്ടികളുണ്ടെങ്കിൽ ഉണ്ട് പറയും, കാരണം നാളെ മാത്സ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ ചെയ്തു എന്ന് വരും വീട്ടിൽ നിന്ന്. അല്ലാണ്ടില്ല. ഒരിക്കലും വയറിന് അസുഖം വരാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. എനിക്ക് നാളെ എന്തുകൊണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഒരു തരത്തിലും നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല. എന്നിട്ട് എത്ര പേർക്കാ വയറ് കേടാവണേ? എത്ര പേർക്കാ ഗ്യാസ് ട്രബിൾ വരുന്നത്? എത്ര പേർക്കാണ് പലതരം വിമിഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എന്താ കാരണം എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിയാൽ കഴിക്കുന്ന സാധനത്തിൻ്റെ പ്രത്യേകതകളും അവനവൻ്റെ വയറിൻ്റെ പ്രത്യേകതകളും അപ്പോഴത്തെ ചില കണ്ടീഷൻസും സിറ്റുവേഷൻസും മനസ്സിലാക്കാതെ അതങ്ങോട്ട് എടുത്ത് കഴിച്ചു. എന്തുമാത്രം ഉദ്ദേശിച്ചിട്ട്? ആ നാവിന് വരുന്ന ടേസ്റ്റ് മാത്രം ഉദ്ദേശിച്ചിട്ട്. എത്ര കുഴപ്പമുണ്ടായത്? വേറെ ആരോടും പറയണ്ട, വേറെ ആരും കുറ്റവും ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ ക്രമേണ മാറി വന്നത് ആലോചിച്ചാൽ അറിയാം. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ ഇതുപോലത്തെ വേദിയിൽ പോകുമ്പോൾ, ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി നോക്കി കഴിഞ്ഞാൽ കാണാം കുഷൻ സീറ്റാവും. അപ്പം എല്ലാവരും വിചാരിക്കണത് നല്ല സുഖമാണല്ലോ ഇരിക്കാൻ. ഏറ്റവും ബുദ്ധിമുട്ട് ഈ കുഷനാണ്. അടുപ്പിച്ചിരുന്ന് പ്രസംഗിക്കണ ആൾക്കാർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കുഷൻ സീറ്റാണ്. നമ്മളൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കണേ ഇതിലിരിക്കണത്. പലതരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണത് ഗ്യാസ് ഉണ്ടാക്കും, പലതും പലതരത്തിൽ നെഞ്ചരിപ്പ് ഉണ്ടാക്കും, പല പ്രശ്നങ്ങളുണ്ടാക്കും.
വെള്ളം കുടിക്കുന്നതിൻ്റെ ചിട്ടയിൽ വരെ ചില വ്യത്യാസങ്ങൾ വരും. കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എങ്ങനെ ചെയ്താൽ ആ പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കുക. അത് ഈ ശാരീരികമായ രോഗത്തിൻ്റെ കാര്യത്തിൽ വരെ വരുന്നുണ്ട് എന്നർത്ഥം. ഇപ്പം എത്ര പേരുണ്ടാവും ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക നല്ലതെന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിഞ്ഞ ഉടനെ കുടിക്കരുത് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇടയിലിടയിൽ കുടിക്കുക വേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ പല കാര്യങ്ങളും പറയും. ഇങ്ങനെയായ അങ്ങനെ പ്രശ്നം വരും, ഇങ്ങനെയായ ഇങ്ങനെ പ്രശ്നം വരും എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഒരു നിയമം എവിടെയോ ഉണ്ട്, ആ നിയമത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കണത് എന്നുണ്ടെങ്കിൽ അതുമൂലം താളം തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് എത്രത്തോളം അറിയാമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ശരീരത്തെ പറ്റി ഈ കിട്ടിയിരിക്കുന്ന ഒരു ബുദ്ധിന്നോ മനസ്സെന്നോ എന്താച്ചാ പറഞ്ഞോളൂ അതിനെ പറ്റിയിട്ട്, ഈ ചുറ്റും ജീവിതത്തിൽ കാണുന്ന പലതരം അത്ഭുത കാര്യങ്ങളെ പറ്റിയിട്ട് എത്ര അറിവ് നമുക്കുണ്ട്? വളരെ കുറവാണ് എന്നുള്ളത് ഉറപ്പാണ്. അതിന് ഏറ്റവും നല്ല തെളിവ് ഒരു ചെറിയൊരു ചിത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പണ്ട് ഒരു 50 വയസ്സ് കഴിഞ്ഞ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തേക്ക് വരുന്നത്. അയൽപ്പക്കത്തൊരമ്മ വന്നിട്ട് ചോദിച്ചു, എവിടെയായിരുന്നു നീ? എന്താ നിനക്ക് ഇത്ര കാലം പറ്റി? എത്ര ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കാനുണ്ടായത്? ആ അമ്മയ്ക്ക് പറയണമെന്നുണ്ട് രോഗം എവിടെയാ, രോഗത്തിൻ്റെ പേരെന്താന്നുള്ളത്. പക്ഷെ പറയാൻ പെട്ടെന്ന് വായിൽ വരണില്ല. അവസാനം അകത്ത് പോയിട്ടൊരു പേപ്പറിൽ എഴുതി വെച്ചതൊക്കെ നോക്കി ഇവിടെ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, പാൻക്രിയാസിനാ കുഴപ്പം. ഇതെന്താ വിഷയം എന്ന് വെച്ചാൽ ഈ 50 വയസ്സ് വരെ ജീവിച്ച അമ്മ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല തൻ്റെ ഉള്ളിൽ ഒരു പാൻക്രിയാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ളത്. ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കിടന്നൊരു ഡോക്ടർ പറയുമ്പോഴാണ് അറിയണത് തന്നെ. ഇവിടെ ഇരിക്കണം നമുക്ക് എത്ര പേർക്ക് നമ്മുടെ ഉള്ളിൽ നടക്കണ കാര്യങ്ങളെ പറ്റി അറിയാം? ഹാർട്ട്, ലങ്സ്, കിഡ്നി എന്നൊക്കെ ഓരോരുത്തർ പറയണമെന്നല്ലാണ്ടേ നമുക്ക് എന്തൊക്കെ അറിയാം? കഷ്ടിച്ച് പലർക്കും അറ്റാക്ക് വന്നുകൊണ്ട് ബ്ലോക്ക്, സർജറി, ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അല്ലാണ്ടൊന്നും അറിയില്ല. അതന്നെ ലിമിറ്റഡ് അല്ലേ നമ്മുടെ ഇടയിൽ. കുട്ടികൾ പഠിക്കുന്നുണ്ട് ബയോളജി, കുട്ടികൾ പഠിക്കുന്നുണ്ട് പലതരത്തിലും. ആ അറിവ് പോലും പ്രാക്ടിക്കലാക്കാൻ പറ്റാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല വെച്ചാൽ 4ാം ക്ലാസ് 5ാം ക്ലാസ് മുതൽക്ക് ഭക്ഷണം വായിലൂടെ കഴിച്ചാൽ താഴത്തെ എത്തണം വരെയുള്ള പരിപാടി മുഴുവൻ ചിത്രം വരച്ച് പഠിച്ച കുട്ടികൾക്ക് ഇപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് കേടാക്കാണ്ടിരിക്കാൻ പറ്റണില്ല വെച്ചാലോ? ആലോചിച്ച് നോക്കൂ. അറിവുണ്ടെങ്കിലും പ്രാക്ടിക്കൽ ആവാത്ത അവസ്ഥ, അറിയാത്ത അവസ്ഥ ഏറ്റവും കൂടുതൽ. കണ്ണ് തുറന്നാൽ കാണുന്നത് എങ്ങനെ, കാതിലൂടെ കേൾക്കണത് എങ്ങനെ? ഉറങ്ങിപ്പോണോ നമ്മൾ? എന്തൊരത്ഭുത! സ്വപ്നം കാണുന്നു, വീണ്ടും ഉണർന്നു വരുന്നു. എന്തൊക്കെ നിയമങ്ങളാണ് അതിനുള്ളിൽ. ഇനി അതേപോലെയാണ് നമ്മുടെ മനസ്സ്, ബുദ്ധി എന്നുള്ളതിലേക്ക് ശ്രദ്ധിച്ചാണ്ടല്ലോ എത്രയെത്ര മോഹങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ സമയത്ത് പൊന്തി വരണേ. മോഹം നടക്കാണ്ടാകുമ്പോൾ സങ്കടപ്പെടുന്നു, വേറെ ആരൊക്കെയോ കാരണമെന്ന് ചിന്തിച്ച് ദേഷ്യം വരുന്നു, പ്രതികാര ബുദ്ധിയിലേക്ക് എത്തുന്നു. എത്ര രസകരമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ശരീരവും മനസ്സും എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പ്രകൃതിയിൽ നോക്കുമ്പോഴും അങ്ങനെ തന്നെ എത്ര അത്ഭുതങ്ങളാണ്. കുറേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നിടത്തൊരു സൂര്യനെ വലം വെക്കണമെന്ന് പറയുന്ന ഗ്രഹങ്ങളുടെ ഇടയിൽ ഒരു ഭൂമിയുടെ ഒരു ഉപരിതലത്തിൽ ഒരു ചെറിയ തരി പോലെ ഒരു ഭാഗത്ത് നിൽക്കണം നമ്മൾ ഓരോരുത്തരും. കാറ്റും മഴയും അത്ഭുതങ്ങളാണ് ചുറ്റും കാണുമ്പോൾ. ഒരു വ്യക്തി ജനിക്കണതും മരിക്കണതും അത്ഭുതമാണ്. ഗർഭിണിയായൊരു സ്ത്രീക്ക് നല്ല പരിഗണന കിട്ടും ആ കാലത്ത്. പക്ഷെ ആ സ്ത്രീക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പരിഗണന കാണുമ്പോൾ നമുക്ക് തോന്നും 10 മാസം ആ സ്ത്രീയാണ് ഹാർട്ടും കിഡ്നിയും ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കണത് എന്ന്. അതൊന്നുമല്ല. സമയാസമയം ഭക്ഷണം കഴിക്കാൻ, മരുന്ന് കഴിക്കുക, വേറൊരു പണിയില്ല. ഉള്ളുന്നത് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാവുക. സമയമായാൽ പുറത്തേക്ക് വരുന്നത് പോലും ഒറ്റയ്ക്കാണ്. ഇന്നേ ഉള്ളൂ കീറി മുറിക്കലൊക്കെ. എത്ര അത്ഭുതകരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ജനനവും മരണവും ഒക്കെ. ഒരു പുരുഷൻ്റെ രേതസ് സ്ത്രീയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ സംയോഗം നടന്ന് അതൊരു പുതിയൊരു ശരീരം ഉണ്ടായി വരുന്നത് പോലും നമ്മുടെ ഒന്നും കയ്യിലേ അല്ല. നമ്മളൊന്നും ഇന്ന സ്ഥലത്ത് ജനിക്കണത്, ഇന്ന ഡേറ്റിൽ ഇന്ന ദേശത്ത് ഇന്ന കുടുംബത്ത് വന്ന് പിറന്നു പോയത് പോലും നമ്മുടെ കൺട്രോളിലല്ലല്ലോ ആലോചിച്ച് പോകുമ്പോൾ. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കൊരെത്തും പിടിയും കിട്ടാത്തതാണ് ഈ ഒരു ജീവിതം. സത്യം പറഞ്ഞാൽ നമുക്കറിയാത്തതാണ് പലതും. ഇന്ന് ഈ 2019 നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളിലായിട്ട് എത്രയോ പേര് എത്രയോ തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെ പലതും അറിഞ്ഞു വെച്ച് നമുക്ക് പകർന്നു തരൽ കഴിഞ്ഞിരിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് കുറേ പുസ്തകങ്ങൾ വായിച്ചാൽ മതി, കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതി. ആരൊക്കെയോ അറിഞ്ഞു വെച്ചിട്ട് അത് പകർന്ന് തന്നിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. പക്ഷെ പിന്നോട്ട് പോയി നോക്കണം.
ഒന്നും അറിയാതിരുന്നൊരു കാലം, എങ്ങനെയാ ഇതിനെ കൊണ്ട് നടക്കേണ്ടതെന്ന് അന്വേഷിച്ചിരുന്നൊരു കാലം, ക്രമേണ ഓരോരുത്തരും അറിഞ്ഞു വരുന്ന ഒരു കാലം. ആ നിലയ്ക്കൊന്ന് ഓർക്കുക. അറിയാത്തത് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നം വരണു എന്ന് പറയുമ്പോൾ അറിവിലൂടെ ജീവിതം എങ്ങനെ നേരെയാക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗത്തെ നമുക്ക് തോന്നാം. കാരണം അതൊന്ന് വൃത്തിയായിട്ട് പറഞ്ഞു തരണം, ജീവിതത്തെ പറ്റി മനസ്സിലാക്കി തരണം എന്ന വിതുരൻ്റെ പ്രാർത്ഥനയനുസരിച്ച് പൂർവികരായിട്ട് പകർന്നു വന്നിട്ടുള്ള സൃഷ്ടി രഹസ്യത്തെ മൈത്രേയ മഹർഷി വിതുരന് പകർന്നു കൊടുക്കണു. ക്ലിക്കാവണില്ല പറയുമ്പോൾ വിനയത്തോടുകൂടി ആദരവോടുകൂടി ഇതിന് പിന്നിലുള്ള ശക്തിയെ മുറുക്ക പിടിച്ചോളൂ, ക്രമേണ വെളിവായി വരും എന്ന് പോലും മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കും. വീണ്ടും നിരവധി ചോദ്യങ്ങൾ സമഗ്രമായിട്ട് ഈ ജീവിതത്തെ പറ്റി വിതുരൻ ചോദിക്കുമ്പോഴാണ് ഭാഗവതം എന്ന പുരാണം പറഞ്ഞു തരാം എന്ന് മൈത്രേയ മഹർഷി സൂചിപ്പിക്കുന്നത്. അവിടെയും നമുക്ക് മനസ്സിലാവണു ഇത്തരത്തിലുള്ള എത്രയോ ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഭാഗവത പുരാണം എന്നുള്ളത്. ജനനവും ജീവിതവും മരണവും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ദിശാബോധം ഉണ്ടാക്കി തരാൻ പാകത്തിന് പലവിധ രഹസ്യങ്ങൾ നമ്മുടെ പൂർവികർ കണ്ടെത്തിയിട്ടുള്ളത് പല ചിത്രങ്ങളിലൂടെയാവാം അവതരിപ്പിച്ച് തരുന്നത് എന്ന് മാത്രം. അങ്ങനെ തുടങ്ങി നമുക്ക് ആദ്യം കാണുന്ന ഒരു ചിത്രമാണ് നേരത്തെ പറഞ്ഞത്, താമരപ്പൂവിലിരുന്ന് ഉണരുന്ന ബ്രഹ്മാവ്. നമുക്കൊന്നും ഒട്ടും സങ്കല്പിക്കാൻ തന്നെ പറ്റില്ല അങ്ങനെയൊന്നും ഉണർന്ന ഒരാളെ. വലിയൊരു ബ്രഹ്മാവ് എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മളോട് ചേർത്തൊന്ന് കണ്ട എളുപ്പം കാര്യം മനസ്സിലാവും. ഉണർന്ന ബ്രഹ്മാവിന് ഞാൻ ആരാ എന്ന് മനസ്സിലാവണില്ല, ഞാൻ എന്തിനാ ഇവിടെ വന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല. ക ഏഷയോ സാവഹം അബ്ജപൃഷ്ഠ ഏതൽ കുതോവ അബ്ജം അനന്യതപ്സു അസ്തി ഹ്യധസ്താദിഹ കിഞ്ചനൈതദ് അധിഷ്ഠിതം യത്ര സതാനുഭാവ്യം എന്ന് പറയുന്നു. നോക്കുമ്പോൾ താനൊരു താമരപ്പൂവിലാണ് ഇരിക്കണത് എന്ന് മനസ്സിലാവുകയാണ്. ഇപ്പം താനിങ്ങനെ നിലനിൽക്കുന്നത് ഒരു താമരപ്പൂവിലാണ് എന്ന് മനസ്സിലാവുകയാണ്. ഈ താമരപ്പൂവ് എവിടുന്ന് വന്നു എന്ന് അന്വേഷിക്കുന്നു. ഇതിനെവിടെയെങ്കിലും ഒരു ആധാരം ഉണ്ടാവണമല്ലോ എന്ന് അന്വേഷിക്കുന്നു. തനിക്കും ഈ കാണപ്പെടുന്ന താമരയ്ക്കും ആധാരം എന്തോ ഉണ്ട്, അതെന്ത് എന്ന് അന്വേഷിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ ഇറങ്ങി പുറപ്പെടുന്ന ചിത്രമാണ് പിന്നെ കാണിച്ചു തരിക. ടി വിയിൽ ചിത്രീകരിച്ചാൽ നല്ല രസമാവും. താമരപ്പൂവിൻ്റെ തണ്ടും കൂടെ ബ്രഹ്മാവ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു രംഗം പലയിടത്തും കണ്ടിട്ടുണ്ട്. അന്വേഷിച്ച് പോവുകയാണ്. എത്ര നോക്കിയിട്ടും ഇതിനറ്റം കണ്ടെത്താൻ പറ്റണില്ല, എത്ര നോക്കിയിട്ടും ഇതിൻ്റെ ആധാരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കണില്ല. ഈ ഒരു അന്വേഷണം ഉണ്ടല്ലോ എത്ര രസമായിട്ടാണ്. എവിടേക്കോ നമ്മുടെ പൂർവികർ പകർന്നു തന്ന വാക്കുകളിൽ അതുണ്ട്. ഒരു മനുഷ്യൻ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആര് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് എന്ന്. ഇനി അതല്ലെങ്കിലോ പൂർവിക കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നത് താൻ ഈ ചുറ്റും കാണുന്ന ലോകവും എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഒരു നിമിഷം നമ്മൾ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ശരീരത്തിലെ പലവിധ അവയവങ്ങൾ എല്ലാം വൃത്തിയായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, കൃത്യമായിട്ടെല്ലാം നിലനിൽക്കണു, കൃത്യമായിട്ടുള്ള നിയമത്തോടു കൂടി ഓരോന്നും മുന്നോട്ട് പോകണു. പ്രകൃതിയിലും അതേപോലുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നത് കാണുന്നു. എങ്ങനെ ഇതൊക്കെ നിലനിൽക്കണു, എന്താ ഇതിനൊക്കെ പിന്നിൽ എന്നൊരു അന്വേഷണം. സയൻസ് എന്ന് നമ്മൾ പറയണത് ഈ അന്വേഷണത്തെയാണ്. സയൻറ്റിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അത്തരത്തിൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പറയുമ്പോൾ കൂട്ടത്തിൽ പറയാണ്ട വയ്യ. സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങണ സമയത്ത് പ്രിൻസിപ്പാള് കുട്ടികളോട് പറയണം, നീയൊക്കെ വലുതായ വലിയ സയൻറ്റിസ്റ്റായിട്ട് മാറണമെന്ന്. ആർക്കെങ്കിലും മനസ്സിലാവുമെന്ന്? ഇങ്ങനെ കുറച്ച് ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിച്ചാലും നമ്മൾ പോണത് സയൻസിലേക്കാണ് എന്നുള്ളത് ആരാ അറിയണേ? വാസ്തവം സയൻസാണ്. ലൈഫിനെ പറ്റിയാണ് നമ്മൾ പഠിക്കണത്, നമ്മുടെ നിലനിൽപ്പിനെ പറ്റിയാണ് പഠിക്കണത്. ഇങ്ങനൊരു ജീവിതം ഇവിടെ ഇങ്ങനെയൊന്ന് അനുഭവിക്കണ ഒരു ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കണത്. ഇവിടെ കാണിച്ചു തരണു ഈ ഒരു അന്വേഷണം. ഇന്ന് പ്രകൃതിയിലെ പലതരം നിയമങ്ങളെയും പലരും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് കുട്ടികൾ പകർന്ന് പഠിച്ചു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിൽ ഓരോ ബുദ്ധിക്കും തെളിഞ്ഞിട്ടുള്ളതാണ്. ഞാനും എൻ്റെ ചുറ്റുമുള്ള ഈ ലോകവും, ഈ ശരീരം എന്നുള്ള നിലയ്ക്ക് ഇതിലും കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ കുറേ നിയമങ്ങൾ നടക്കുന്നത്, ചുറ്റും പ്രകൃതിയിലെ കുറേ നിയമങ്ങൾ നടക്കുന്നത്.
പക്ഷെ എന്താ ഏറ്റവും വലിയ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ അന്വേഷിക്കാൻ വളരെ കുറച്ചു പേർക്കേ തോന്നുന്നുള്ളൂ. ഇന്നും ഈ 2019 നമ്മളെപ്പോലെ കുറേ പേരുള്ളതിനിടയ്ക്ക് ജീവിതം എന്താണെന്ന് അന്വേഷിക്കാൻ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? എല്ലാവർക്കും എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണം എന്നല്ലാണ്ട് ഈ ജീവിതത്തിന് പിന്നിലുള്ളത് അന്വേഷിക്കാൻ എത്ര പേർക്ക് തോന്നുന്നുണ്ട്? നമുക്ക് അത്യാവശ്യം കാശുണ്ടാക്കണം, അതിന് പാകത്തിന് ജോലി വേണം, അതിന് പാകത്തിന് പഠിപ്പ് വേണം, കല്യാണം കഴിക്കണം, കുട്ടികൾ ഉണ്ടാവണം, അവരുടെ കാര്യങ്ങൾ നേരെയാവണം. പക്ഷേ ഇതേ നമുക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഇതറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഓർക്കണില്ല. എപ്പോഴാ ഇങ്ങനത്തെ ചില അന്വേഷിക്കാനുള്ള തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ വരിക എന്ന് ചോദിച്ചാൽ, പ്രേരണ വരിക ചോദിച്ചാൽ, സ്വന്തം ജീവിതത്തിലെ ചില അനുഭവങ്ങൾ വന്നു ചേരുമ്പോഴാണ്. ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് ജന്മനാ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് അച്ഛൻ കൂടെ ഇല്ലാണ്ട് അമ്മ കൂടെ ഇല്ലാണ്ട് ഉള്ള അവസ്ഥയാവാം. മറ്റുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, എനിക്കെന്തേ ഇല്ലാത്തത് എന്നുള്ളൊരു ചോദ്യത്തിലേക്കാവാം. കണ്ണോ കാതോ കയ്യോ കാലോ എന്തെങ്കിലും അവയവങ്ങൾ വികലമാക്കപ്പെട്ട് അങ്ങനെ വന്ന് പിറക്കുമ്പോൾ ഞാൻ എന്തേ ഇവരെ പോലെ അല്ലാത്തത് എന്നുള്ള ചിന്തയിലാവാം. പട്ടിണി കിടക്കേണ്ടി വരുന്ന ഒരു സ്ഥലത്ത് വന്ന് പിറക്കുമ്പോൾ മറ്റു ചിലർ അത്രയും സൗകര്യങ്ങളിൽ ജീവിക്കണത് കാണുമ്പോൾ ഞാൻ എന്തേ ഇവിടെ വന്ന് പിറന്നത് എന്നുള്ള ചിന്തയിലാവാം. ഒരാണായി പെണ്ണായി നമ്മൾ പാറുന്നത് പോലും എന്തുകൊണ്ട് ഞാനൊരാണായി എന്തുകൊണ്ട് ഞാനൊരു പെണ്ണായി എന്ന് അന്വേഷിച്ചാൽ നമ്മളെവിടെയും അപ്ലിക്കേഷനിൽ ടിക്ക് ചെയ്ത് കൊടുത്ത് വന്നതൊന്നുമല്ല. ഒരു സാധാരണക്കാരൻ്റെ രീതിയിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് പിറന്നു, അതും ഇന്ന കാലത്ത് ഇന്ന ദേശത്ത് ഇന്ന കുടുംബത്തിൽ. മാറ്റാൻ പറ്റുമോ സ്ഥലം? ഇല്ല. ഡേറ്റ് മാറ്റാൻ പറ്റുമോ? ഇല്ല. അച്ഛനെയും അമ്മയും മാറ്റാൻ പറ്റുമോ? ഇല്ല. ഒന്നും മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ വന്ന് പിറന്നു പോയതാ. ചില വ്യത്യാസങ്ങൾ കാണുമ്പോൾ മാത്രമാണ് ഉള്ളിൽ വരണ ചില വിഷമങ്ങളെയും കോംപ്ലക്സുകളെയും അനുഭവിക്കുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ എന്നുള്ള ചോദ്യം വരിക. ചിലർ തരുന്ന ഉത്തരം ദൈവത്തിൻ്റെ വികൃതി, ചിലർ തരുന്ന ഉത്തരം ദൈവത്തിൻ്റെ കളികൾ എന്നാണ്. വേറെ ചിലർ ഈ വ്യത്യാസം കാരണം തന്നെ ദൈവമില്ല എന്നും പറയുന്നു. നമ്മുടെ പൂർവികർ ഈ വ്യത്യസ്തത കാരണം ഒരു സാധാരണ മനുഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ചില കണക്കുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇതിനാധാരമായി ഒന്നിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയിരുന്നത്. ഈ ഒരു അന്വേഷണം നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ വരണം. എല്ലാ കണക്കിനും പിന്നിലൊരു ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ജന്മം തന്ന ഈശ്വരൻ, ഇങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിച്ചു തന്ന ഈശ്വരൻ, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ അതും മറന്നിട്ട് പലപ്പോഴും എന്താ വെച്ചാൽ കാര്യം നടക്കണമെങ്കിൽ ഈശ്വരൻ എന്നുള്ള നിലയിലായിപ്പോ, ആ നിലയ്ക്ക് മാത്രമായിപ്പോ. അതിനപ്പുറത്ത് എൻ്റെ തന്നെ ജീവിതത്തിന്, ഈ ചുറ്റും കാണുന്ന ലോക നിയമങ്ങൾക്ക്, ജനന ജീവിത മരണ നിയമങ്ങൾക്ക് ആധാരമായ ഒരു ഈശ്വരനിലേക്ക് ശ്രദ്ധ പോകണം. എന്താണ് ഇതിന് ആധാരം എന്നൊന്ന് അന്വേഷിക്കാൻ തോന്നണം. അന്വേഷിക്കണ ബ്രഹ്മദേവന് എത്ര അന്വേഷിച്ചിട്ടും കിട്ടാണ്ട് പഴയ ഭാഗത്ത് തന്നെ വന്നിരുന്ന് ദിവ്യമായി തപസ് ചെയ്തപ്പോൾ പുറമേയല്ല തന്നുള്ളിൽ തന്നെ തെളിഞ്ഞു കണ്ടു എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ ഉള്ളിൽ തെളിഞ്ഞ ഉജ്ജ്വല രൂപം. ഒരു മരതക പർവ്വതത്തോട് ഉപമിച്ചും കൊണ്ട് ഭഗവാന്റെ വിഷ്ണു രൂപത്തെ വർണ്ണിക്കുന്നത് കാണാം. ഒരു ചന്ദന വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് ഭഗവാന്റെ വിഷ്ണു രൂപത്തെ വർണ്ണിക്കുന്നത് കാണാം. ആ രൂപത്തിൻ്റെ നാഭിയിൽ നിന്ന് വന്നൊരു താമരയിലാണ് താൻ നിൽക്കുന്നത്. താനും ഈ താമരയും ഈ വിഷ്ണു ഭഗവാനാകുന്ന ആധാരത്തോടു കൂടിയതാണ് എന്ന് ബ്രഹ്മദേവൻ തിരിച്ചറിയണു. എന്താണ് ഞാൻ ഇവിടെ ചെയ്യേണ്ടത് എന്ന് വേണ്ട ബോധമുണ്ടാവണം എന്ന് മോഹത്തോടു കൂടിയിട്ട് ആ ബ്രഹ്മാവ് തനിക്ക് ആധാരമായി താൻ കണ്ടെത്തിയ ഭഗവത് ഭാവത്തെ സ്തുതിക്കണതാണ് പിന്നെ കാണുന്ന ഭാഗം. ആദ്യം ബ്രഹ്മാവ് പറയുന്നത് അറിയാൻ എളുപ്പമുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നാണ്. ശരിയാണ്. കാരണം എത്ര അന്വേഷിച്ചാലും തെളിയാത്തതാ, എത്ര കണ്ട് ശ്രമിച്ചു പോകുമ്പോഴും കിട്ടാത്തതാണ്. പുറമേ അല്ല, അകത്തന്നെയാ തെളിഞ്ഞത്. നമ്മുടെയൊക്കെ പൂർവികർ വെറും വാക്ക് പറഞ്ഞതല്ല, ഇതിനെല്ലാം രഹസ്യം എന്നുള്ളിലുണ്ട് എന്നുള്ളത്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കീറി മുറിച്ച് നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. പക്ഷെ ആ കീറി മുറിച്ച് നോക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ എത്രയോ വയറുകൾ പോലെ ഞരമ്പുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, എവിടെയോ ഒരു സ്വിച്ച് ഇട്ട പോലെ വർക്ക് ചെയ്യണു.
എവിടെയോ ഒരു സ്വിച്ച് ഇട്ട പോലെ ഞാൻ എന്ന് പറയാൻ തുടങ്ങണു, ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറയാൻ തുടങ്ങണു, എന്തൊക്കെയോ അനുഭവങ്ങളിലൂടെ പോണു. എന്തൊന്നാ ഇതിനാധാരം? അറിയാൻ എളുപ്പമല്ല എന്ന് സൂചിപ്പിക്കണം. ജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തിൻ്റെയോ ചില സമ്മേളനം എന്ന് അന്വേഷിച്ച് കണ്ടെത്താനല്ലാണ്ട് ഇപ്പോഴും ശാസ്ത്രത്തിന് അതിൻ്റെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് വെപ്പ്. നമ്മുടെ പൂർവികര് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവനായി ഈ ഒരു ശരീരത്തിന് വൈദ്യുതിയായി വർക്ക് ചെയ്യുന്ന ആ ഒന്നിനേതായി ഈശ്വരൻ എന്ന് കാണിച്ചു തരുന്നു. ഈ ഞാനും എനിക്ക് എല്ലാത്തിനും കണ്ടെത്താൻ എളുപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താ ചോദിച്ചാൽ, ഞാൻ വേറൊരാളായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും എനിക്ക് ആധാരത്തെ കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അതേ പൊരുളിൻ്റെ തന്നെ ഒരു രൂപമാണ് ഈ ഞാനും, അതേ പൊരുളിൻ്റെ തന്നെ ഭാവങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതിൽ ഏതൊരു ഭാവത്തിൽ നിന്ന് എങ്ങനെയൊക്കെ അന്വേഷിച്ചാലും ഇതിനെ വ്യക്തമായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു തരുന്നു. എന്നാൽ അറിഞ്ഞ ബ്രഹ്മാവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കാണുന്ന ചില ആശയങ്ങളുണ്ട്. ഭഗവാനെ അവിടുത്തെ അറിഞ്ഞവർ സുഖമായിട്ട് ജീവിക്കണം, അറിഞ്ഞവർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കണം. അറിയാത്തവരോ, ഈ അറിയാത്തവരെ പറ്റിയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായിട്ടുള്ളത്. ഇതിലേക്കൊന്ന് ശ്രദ്ധ വയ്ക്കാം. താവത് ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭ താവൻ മമേത്യസദവഗ്രഹ ആർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോക എന്നിങ്ങനെ തുടങ്ങി. ഈശ്വരനെ അറിയാത്തവര്, ഇതിനെല്ലാം ആധാരമായ ഈശ്വരനിലേക്ക് ശ്രദ്ധ വയ്ക്കാത്തവർക്ക് ഇവിടെ പറയുന്നു, ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ഭയം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ എന്നാണ്. ദ്രവിണം സമ്പത്ത്, ഗേഹം വീട്, വീട്ടിലെ ബന്ധങ്ങൾ എന്ന് പറയാം, സുഹൃത്തും അതന്നെ ബന്ധങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. നോക്കൂ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് നമ്മൾ വിളിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ സ്വത്തുക്കളും സൗകര്യങ്ങളും ഒക്കെ. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വിഷമവും പ്രശ്നവും നമ്മൾ അനുഭവിക്കുന്നതും എന്തിനെ പറ്റിയിട്ടാ ചോദിച്ചാൽ ഇതേ സാധനങ്ങളെ പറ്റിയിട്ടാ. എൻ്റെ അമ്മയെ ഓർത്ത് സന്തോഷിക്കണം എനിക്ക്, അതേ അമ്മ ഒരു ദിവസം വിഷമിക്കാനുള്ള ഘടകമായിട്ട് മാറണം. എപ്പോ? ചില പെരുമാറ്റങ്ങളിലെ വ്യത്യാസം കാരണോ, അല്ലെങ്കിൽ ഒരു ദിവസം ആ അമ്മയുടെ രൂപം മുന്നിൽ നിന്ന് മറഞ്ഞു പോകുമ്പോഴോ. അച്ഛനും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അങ്ങനെ തന്നെയാ. ഇവരാണ് എൻ്റെ ജീവിതം, ഇവരാണ് എൻ്റെ സന്തോഷം എന്ന് പറയണ അതേ നമുക്ക് നാളെ എന്തിനാ കരയണേ ചോദിച്ചാൽ ഞാൻ അവരെ ഓർത്താ കരയണേന്ന് പറയും. ഇന്ന് എന്നെ എവിടെയൊക്കെ കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടോ, അതേ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടാണ് പേടിക്കുകയും കരയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. ഒരാണായി സന്തോഷിക്കണ എനിക്ക് ഒരു ദിവസം അത് സങ്കടം ഉണ്ടാക്കണു. ചുരുക്കം പറഞ്ഞാൽ എന്തൊക്കെ ഇന്ന് ജീവിതത്തിലുണ്ടോ, എന്തൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കി തരാനായിട്ടുണ്ടോ, അതേ സാധനങ്ങളിൽ നിന്ന് പേടി, അതേ സാധനങ്ങളിൽ നിന്ന് സങ്കടം, അതേ സാധനങ്ങളിൽ നിന്ന് ദേഷ്യം, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. എൻ്റെ ജീവിതം, എൻ്റെ ആൾക്കാർ, അവർക്ക് അങ്ങനെ പറ്റി, ഇവർക്ക് ഇങ്ങനെ പറ്റി, അത് നേരെയായില്ല, ഇത് നേരെയായില്ല, എത്ര പ്രശ്നങ്ങളാണ് എല്ലാവർക്കും പറയാനുള്ളത്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പറയാനുള്ളത്. അവനവൻ്റെ ചില പ്ലാനുകൾ അനുസരിച്ചല്ല കൂടെയുള്ളവരെന്നാവുമ്പോൾ, അവനവൻ്റെ ചില പ്ലാനുകൾ അനുസരിച്ചല്ല കൂടെയുള്ളവരുടെ അവനവനോടുള്ള പെരുമാറ്റം എന്നാവുമ്പോൾ ഒക്കെ പ്രശ്നമാണ്. ഏറ്റവും വലിയ വൈചിത്ര്യം എന്താ ചോദിച്ചാൽ, ചിലർ പോവാത്തോണ്ട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ പോയതുകൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ചില ആൾക്കാർ പോയതുകൊണ്ട് കരയണു, ഞാൻ വിചാരിച്ച പോലെ അല്ല അവരിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ട്. ഞാൻ ഒരിക്കലും കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കാത്ത ആൾക്കാർ എത്രയായിട്ടും വിട്ടു പോകണില്ല എന്ന് കാണുമ്പോഴും എന്താ ഞാൻ വിചാരിച്ചതുപോലെ നടക്കാത്തത് എന്ന് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പറയണു, ഇതിനാധാരമായ ഒരു ഈശ്വരനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത്, ഇന്ന കുടുംബത്തിൽ, ഇന്ന രൂപത്തിൽ ഇങ്ങനൊരു ഞാൻ വന്നതും, ആ എനിക്ക് അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ്, മക്കള് തുടങ്ങി ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വന്നു ചേരുന്നതും എന്തോ ചില കണക്കുകൾ കാരണമാണെന്നും ആ കണക്കുകൾക്ക് ആധാരമായ ഈശ്വരനെയും അറിയാൻ സാധിക്കുന്നത്. ആ ഈശ്വരനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ബന്ധങ്ങളെല്ലാം ടെമ്പററി ആയിട്ടുള്ള ചില കണക്ഷനുകൾ മാത്രമാണ്, ജീവിതത്തിൻ്റെ ചില എപ്പിസോഡുകൾ മാത്രമാണെന്ന് അറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ ചില സ്ക്രിപ്റ്റുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അവരുടെ ഒന്നും ആരും പോവാത്തത് കൊണ്ട് എൻ്റെ ചില ആൾക്കാർ പോകുമ്പോൾ വിഷമം വരാതിരിക്കുന്നത്.
എന്തേ ഞാൻ ഇന്ന ആൾക്കാരുടെ കൂടെ ആയതെന്നോ, എന്തേ എനിക്ക് അവരെ പോലുള്ളവരെ കിട്ടാത്തതെന്നോ ഉള്ള വിഷമില്ലാണ്ടിരിക്കണത്. എല്ലാ പ്രശ്നങ്ങളും ഞാൻ എന്തേ ഇങ്ങനെ ആയത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ തീരണു. എനിക്കെന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം തീരണു. പിന്നെ മറ്റുള്ളവരുടെ അമ്മയെ, മറ്റുള്ളവരുടെ അച്ഛനെ, മറ്റുള്ളവരുടെ മക്കളെ, മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് താരതമ്യം ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ജീവിതം ദുരന്താണ്, പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള ചിന്തകളൊന്നും ഉണ്ടാവണില്ല. ഈ കണക്കുകൾക്ക് ആധാരമായ ഒരു ഈശ്വരനിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ എത്ര രസകരമായിട്ടാണ് അത് പറയണേ നോക്കൂ. അതേപോലെ സൂചിപ്പിക്കണു ഈ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഇതിനാധാരമായ ഈശ്വരനെ ശ്രദ്ധിക്കാത്ത ഒരാൾക്ക്, ആ കണക്ഷൻ കിട്ടാത്ത ഒരാൾക്ക് ഈ ശരീരം നേരെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അവിടെ ഓരോന്നും വേദനകളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും, പലതും ഭാരമായി മാറും. മനസ്സ് നേരെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല, ഇന്ദ്രിയങ്ങളെ നേരെ കൊണ്ടു നടക്കാനായിട്ട് പറ്റില്ല. കാണാനുള്ള ശക്തി തന്നത് വലിയ കുഴപ്പമാണ് എന്ന് തോന്നും ചിലപ്പോൾ. ചില ആൾക്കാർ അതുകൊണ്ടാണ് പറയണത് കണ്ണില്ലാത്തതായിരുന്നു ഭേദം എന്നാണ്, കണ്ടതാ കുഴപ്പമായത്. നോക്കൂ, കേൾക്കാൻ കാത് കിട്ടിയിട്ട് ചില സമയത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതിലൂടെ കേൾക്കണത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. നാവിന് ക്ലിപ്പ് ഇടേണ്ടി വരും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്താ കാരണം ചോദിച്ചാൽ അതിനെ വേണ്ട പോലെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. തോന്നിപ്പോയി ഉള്ളില് ദേഷ്യം വരികയാണേ, പേടി വരികയാണേ, സങ്കടം വന്നു പോവുകയാണേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കൺട്രോളും നമുക്കില്ലാത്ത പോലെ, എന്താ അവിടെ നടക്കണത് എന്ന് പോലും അറിയാത്ത രീതിയിൽ. ഈ ഈശ്വരഭാവത്തെ മുറുക്ക പിടിക്കണവർക്ക്, തനിക്ക് ആധാരമായ ആ ഒന്നിനെ തിരിച്ചറിയണവർക്ക്, ആ കണക്ഷൻ നേരെയാക്കി വെച്ചവർക്ക് ഒരു തരത്തിലും വികാര വിചാരങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു തരത്തിലും ശാരീരികമായത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കണം. ഇന്നാണെങ്കിൽ എന്താ, ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ മതി നമ്മൾ തളർന്നു. ഒന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ മതി നമ്മൾ തളർന്നു. കുറച്ചെന്തെങ്കിലും ഇതിൻ്റെ അതുവരെയുള്ള സ്ഥിതിക്ക് ഒരു മാറ്റം വന്നാൽ മതി നമുക്കാകെ പ്രശ്നമായി. അതില്ലാതെ പോവും എന്ന് സൂചിപ്പിക്കണു. ഈശ്വരനെ സേവിക്കാണ്ട പോണവര് ഇതിലൊക്കെ പെട്ടുപോവും. ഏതോ ഒരു ഈശ്വരനെ എന്നല്ല, ഈ ശരീരത്തിന്, ഈ മനസ്സിന്, ഇങ്ങനെ ഒരു ഞാൻ എന്നുള്ളതിന്, ഞാൻ അനുഭവിക്കണ ഈ ലോകത്തിന്, ഇതിനെല്ലാം കണക്കുകളൊക്കെ ആധാരമായ ഈശ്വരനെ ശ്രദ്ധിക്കാത്തവൻ എവിടെയും കഷ്ടപ്പെടും എന്ന് സൂചിപ്പിക്കുന്നു. ദൈവേന തേ ഹതധിയോ ഭവതഃ പ്രസംഗാൽ സർവാശുഭോപശമനാദ് വിമുഖേന്ദ്രിയായേ കുറുവന്തി കാമസുഖലേശലവായ ദീനാഃ ലോഭാഭിഭൂത മനസോ കുശലാനി ശശ്വൽ. ആ ശ്രദ്ധ വരാത്തവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് എന്നും കാമസുഖലേശലവായ, ചില ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് അത്യപകടങ്ങൾ നാളേക്ക് ക്ഷണിച്ചു വരുത്തും എന്ന് പറയുന്നു. എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ അതിനെ കൊണ്ടു നടക്കണം എന്നറിയില്ല. പറയുമ്പോൾ നല്ല ചില ഉദാഹരണങ്ങൾ തോന്നൂട്ടോ. നമ്മൾ ഉപയോഗിക്കണ ഈ മൊബൈലില്ലേ, ആ സാധനം എങ്ങനെയാ കൊണ്ടു നടക്കേണ്ടതെന്ന് അറിയില്ല. ഇതിലും വലിയ ഭാരം വേറില്ല. അതറിയാത്തവൻ തൊട്ടതൊക്കെ പഴയ്ക്കും. ഇങ്ങോട്ട് തിരിക്കാൻ വിചാരിച്ചാൽ അങ്ങടായിപ്പോ, അതമർത്താൻ വിചാരിച്ചാൽ ഇതായിപ്പോ. ഇതൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. പഴയ കാലത്തെ വിളിക്കാൻ മാത്രം പറ്റുന്ന ഫോണായിരുന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ ടച്ച് ഫോൺ, സ്മാർട്ട് ഫോൺ വന്നപ്പോൾ ഏറ്റവും കുഴപ്പമാണ്. എന്നിട്ട് ചില ആൾക്കാർ പറയണേക്കാം, പേരക്കുട്ടി കൊണ്ടുവന്ന അന്നാണ് എനിക്കിതിൽ വിളിക്കാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അവരെ ഏറ്റവും ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം പണ്ടത്തെ ഫോണിൽ എളുപ്പം വിളിക്കാൻ പറ്റിയിരുന്ന ആൾക്കാർക്ക് ഇന്ന് എന്ത് തൊട്ടാലും പ്രശ്നമായി പോവുക. നമ്മൾ തന്നെ അപകടം വരുത്തി വയ്ക്കും. അറിയില്ല കൊണ്ടു നടക്കാൻ. അതേപോലെയാണ് ഏറ്റവും ചില എന്താ പറയുക, സങ്കീർണതകൾ നിറഞ്ഞ, സവിശേഷതകൾ നിറഞ്ഞിട്ടുള്ള ഈ മനുഷ്യ ജീവിതം, ഈ മനുഷ്യ ശരീരം, ഈ മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. കൊണ്ടു നടക്കാൻ അറിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ തോന്നലുകൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ അതിൽ മൂലം എന്തൊക്കെയാ വരുത്തി വെക്കുക ചോദിച്ചാൽ അതിനൊരു കയ്യും കണക്കുണ്ടാവില്ല. ഋഷയോപി ദേവ എന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവ്. അറിവുള്ളവർക്ക് പോലും അത് പ്രാക്ടിക്കലാക്കാൻ പറ്റാണ്ട കഷ്ടപ്പെടുന്ന അവസ്ഥ. ക്ഷുത്രിധാതുഭിരിമാം ഹുരർദ്യമാനാഃ ശീതോഷ്ണവാതവരിശൈരിതരേതരാച്ച കാമാഗ്നിനാച്യുതരുഷാച സുദുർഭരേണ സംപശ്യതോ മനൗരുക്രമസീദതേ മേ.
അറിഞ്ഞ ബ്രഹ്മാവ് അറിയാണ്ട് കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ട് യോ ഭഗവാനെ കഷ്ടം എന്ന് പറയാ. വിശപ്പും ദാഹവും പ്രശ്നം, ഉള്ളിൽ വരണ മോഹങ്ങളും മോഹം നടക്കാണ്ട് വരണ ദേഷ്യവും ഒക്കെ പ്രശ്നം, ചൂടും തണുപ്പും പ്രശ്നം, ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ശാരീരികവും മാനസികവുമായി നിരന്തരം താപങ്ങൾ അനുഭവിച്ചും കൊണ്ട് പോകുന്നൊരു ജീവിതം. എവിടെയാ സുഖമുള്ളത് ചോദിച്ചാൽ എപ്പോഴോ നാവിന് സുഖമുള്ളൊരു ഇത്തിരി ഭക്ഷണം കഴിക്കുമ്പോൾ, എവിടെയോ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചില ചിത്രങ്ങൾ കണ്ണിൽ കാണുമ്പോൾ, അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ആരെങ്കിലും 4 വാക്ക് പറയുമ്പോൾ, ഒന്നിത്തിരി കിടന്നുറങ്ങുമ്പോൾ, കുറച്ചു നേരം എല്ലാം മറന്ന് മൊബൈലിൽ ചില എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ സുഖം അനുഭവിക്കണ നിമിഷങ്ങളാണെന്ന്. ബാക്കി സമയം മുഴുവൻ കുറേ ഭാരം. മറന്ന് എവിടെയെങ്കിലും പോയിരിക്കാൻ ശ്രമിക്കണു, ഓർക്കാണ്ടിരിക്കാൻ ശ്രമിക്കണു, കുറച്ച് ലഹരി പദാർത്ഥങ്ങളിലേക്ക് മനുഷ്യൻ തണല് തേടാൻ നോക്കണു. ഒക്കെ മാനേജ് ചെയ്യാൻ അറിയാത്തോണ്ടാ. ഇവിടെയാണ് അതിന് നല്ലൊരു പോയിന്റ് നമുക്ക് കാണിച്ചു തരുന്നത്. രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല അത്രേ അതല്ലാണ്ട് പോണ ആൾക്കാർക്ക്. കാരണം പകല് മുഴുവൻ ചെയ്തത് വെച്ചിട്ട് രാത്രി ഇരിക്കുമ്പോൾ അതുപോലും ഭാരാവണു, നാളെ എന്താന്ന് ആലോചിച്ച് കഷ്ടാവണു. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല. എത്ര ആൾക്കാരാണെന്നറിയോ 10 മണിക്കൂർ ഉറങ്ങിയാൽ കൂടി തലവേദന മാറാത്ത ആൾക്കാരുണ്ട്. കാരണം അത്രയും പ്രഷറാ ഉള്ളില്. ഉറങ്ങണ സമയത്ത് ഉള്ളിൽ എന്തോ ക്ലീനിങ് നടക്കുക എന്നാണേ, ക്ലീൻ ചെയ്തിട്ട് തീരുന്നില്ല അത്രയധികം. ഈശ്വരനെ സേവിച്ചു പോണ ഒരാൾക്കോ അപ്പപ്പം ഏതൊക്കെ വേഷങ്ങൾ കെട്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ചെയ്ത് അതെല്ലാം എങ്ങനെയായാലും അതൊന്നും അവനവനെ ബാധിക്കണില്ല, കേവലം ചില എപ്പിസോഡുകൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാത്തിലേക്കും വേണ്ട പോലെ കടക്കാനും കഴിഞ്ഞ എല്ലാത്തൊന്നും പിൻവലിയാനും പകൽ സമയം പ്രവർത്തിച്ച് രാത്രി ഉറങ്ങാനും രാവിലെ വീണ്ടും ഉണർന്ന് അടുത്തത് പ്രവർത്തിക്കാനും സാഹചര്യം ഏതായാലും അവിടെ വേണ്ടത് ചെയ്യാനും ഒക്കെ സാധിക്കണം. ഇന്നുള്ളവരുടെ കൂടെ പ്രവർത്തിക്കാനും ഓരോരുത്തർ വിട്ടുപോയി നാളെ പുതിയ സാഹചര്യത്തിലേക്ക് കടന്നാൽ അവിടെയും ഭംഗിയായിട്ട് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുന്നു. ഇത്ര മനോഹരമായിട്ടുള്ള വർണ്ണനയാണ്. തുടർന്ന് പറയണു ബ്രഹ്മദേവൻ, ഇത്തരത്തിൽ ഈ ഒരു ഭഗവത് ഭാവത്തോടുള്ള കണക്ഷൻ നേരെയാക്കി വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത് നിഷ്കാമമായി നിസ്വാർത്ഥമായി സർവഭൂത ദയയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അനുഭവമാവുക. അങ്ങനെ കിട്ടണേ ഇങ്ങനെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനകൾക്കപ്പുറത്ത് ഉപാധികളിൽ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പോകുന്ന വഴിയായാലും ചുറ്റുള്ള സകല ചരാചരങ്ങളെയും സ്നേഹിച്ച് അവരോടെല്ലാം എത്ര നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ അങ്ങനെ പെരുമാറിക്കൊണ്ടിട്ടുള്ള ഭാവമായാലും നിസ്വാർത്ഥമായ ആ സേവനത്തിലൂടെയാണ്, ആ ഒരു പൂജയിലൂടെയാണ് കൂടുതൽ നമുക്ക് ആധാരമായ ഈശ്വരഭാവത്തോട് അടുക്കുക എന്നിവിടെ പറയുന്നു. ഉള്ളില് ബദ്ധകാമന്മാരായി എത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും ഈ ഒരു മാറ്റം നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെട്ടോളണമെന്നില്ല. ഒരു വിളക്ക് കൊളുത്തുന്നതായാലും നാമം ചൊല്ലണതായാലും കുറച്ചെന്തെങ്കിലും ഗ്രന്ഥങ്ങൾ പഠിക്കണതായാലും അത്രയധികം നമുക്കൊരടുപ്പുണ്ടാക്കണത് ഇങ്ങനെയാണെങ്കിൽ മാത്രം. നമസ്കരിക്കണോ ബ്രഹ്മാവ്, പുതിയ വേഷം കെട്ടാനൊരു ബ്രഹ്മാവായും വേഷം നിലനിർത്താനൊരു വിഷ്ണുവായും വേഷം ഇടയ്ക്ക് അടിക്കാനൊരു ശിവനായും സൃഷ്ടിസ്ഥിതി സംഹാര ഭാവങ്ങളെ സ്വീകരിച്ച് കളിക്കുന്ന ആ ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഇത്ര ഭംഗിയായിട്ട് വേഷം കെട്ടി കളിക്കുന്ന ആ ഒരു ശക്തിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ വേഷം കെട്ടി കളിക്കുന്നതിനിടയിൽ എവിടെങ്കിലുമൊക്കെ എപ്പിസോഡുകൾ നേരെയാവണില്ല എന്ന് തോന്നുമ്പോൾ അതുവരെ ഉള്ള വേഷങ്ങളല്ലാണ്ട് ചില സ്പെഷ്യൽ വേഷങ്ങൾ എടുത്തു വന്ന് നേരെയാക്കുന്ന ഭഗവത് അവതാര ഭാവങ്ങളെ കൂടി ഓർത്തും കൊണ്ട് സ്തുതിച്ച് നമസ്കരിക്കണോ ബ്രഹ്മാവ്. ഇത്ര മനോഹരമായിട്ടുള്ള ചിത്ര കാണിച്ചു തരുന്നത്. പല വഴിക്കും പോകുന്ന ചില ജീവഭാവങ്ങൾക്ക് അവരുടെ എല്ലാ അഹങ്കാരത്തെയും ഇല്ലാതെയാക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കൃത്യമായിട്ട് വീണ്ടും നേർവഴിയിലേക്ക് എത്തിച്ചു കൊടുക്കണ കാലസ്വരൂപിയായിട്ടും ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ കാണുന്ന ഓരോ കാര്യത്തെയും ഇവിടെ സൂചിപ്പിക്കേണ്ടതെന്നർത്ഥം. മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കണ കാര്യങ്ങൾ എന്നൊരു ഭാഗം, ഓരോന്നും ഉണ്ടായി നിലനിന്നില്ലാതെ കണ്ടായി കാണുന്ന ഈ ഒരു ഡിസൈൻ, ഇങ്ങനെ എല്ലാത്തിനും ആധാരമായ ഈശ്വരഭാവത്തെ ബ്രഹ്മാവ് നമസ്കരിക്കുന്നത് കാണാം. എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ള നിലയ്ക്ക് ഈ കളിക്കെല്ലാം പിന്നിലുള്ള ആധാരത്തെ നമസ്കരിക്കുക എന്നുള്ളതല്ലാണ്ട്. ഇപ്പം ഈ ബ്രഹ്മാവിൻ്റെ വാക്കൊക്കെ ശ്രദ്ധിച്ചാണ്ടല്ലോ,
നമുക്ക് ഇന്ന് പറയാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഒരു സിനിമയാണ്, സീരിയലാണ് എന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മൾ എഴുതി കാണുന്ന സകല പേരുകളും അത് സംവിധായകൻ്റെ ആവാം, നിർമ്മാതാവിൻ്റെ ആവാം, തിരക്കഥാകൃത്തിൻ്റെ ആവാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്ന ആളുടെ ആവാം, ക്യാമറാമാൻ്റെ ആവാം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഈ ലോകമാകുന്ന സിനിമയ്ക്ക് ആർക്ക് പേര് കൊടുക്കണം ചോദിച്ചാൽ ഭഗവാന് പേര് കൊടുക്കണം. ഈ ഞാൻ അനുഭവിക്കണ ഈ ഒന്നിനും പിന്നിലുള്ള സംവിധായകനും നിർമ്മാതാവും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആ ഈശ്വരനാണ് എന്ന ഭാവത്തിൽ അവിടുത്തെ സങ്കല്പം അനുസരിച്ച് അവിടുത്തെ നാഭികമലത്തിൽ നിന്ന് ഇങ്ങനെ ലോകമായി കളിക്കാനുള്ള ഒരു ഉപകരണമായ ഞാൻ ഉണ്ടായി എന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് പറയുന്നു. അത്തരത്തിൽ ഞാനാകുന്ന ഒരു ഉപകരണം ഏതൊരുവനിൽ നിന്നുണ്ടായിട്ടുണ്ടോ, ഏതൊരുവനാണോ ഇങ്ങനൊരു ഞാനിനെ ഇവിടെ വെച്ചും കൊണ്ട് എന്തൊക്കെയോ കളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കണത്, ആ ഒന്നിനെ ഞാൻ നമസ്കരിക്കണമെന്ന് തനിക്ക് ആധാരമായ ഭഗവാനെ ബ്രഹ്മാവ് നമസ്കരിക്കുകയാണ്. തേനൈവമേ ദൃശം അനുസ്പൃശതാദ് യഥാഹം സ്രക്ഷ്യാമി പൂർവവദിതം പ്രണതപ്രിയോസൗ. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ കാണാം. പിന്നെ ആ ഭഗവാനാണ് തൻ്റെ ശക്തിയെ കൊണ്ട് പലതരത്തിലും ഈ സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോണത് എന്നുള്ള ബോധത്തോടു കൂടി അതിനിടയിൽ ഒരു ചെറിയ സാധനം മാത്രമായ ഈ ഞാൻ, അല്ലെങ്കിൽ ഇതിനുള്ളൊരു ഉപകരണമായ ഞാൻ ഒന്നിലും പെട്ടുപോവാതെ എല്ലാം ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ഈ ഒരു ഓർമ്മ എന്നും എന്നിലുണ്ടാവണേന്ന് ആ ഭഗവാനോട് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു ഞാനും എനിക്ക് ഓർമ്മിക്കാനും എനിക്ക് സങ്കല്പിക്കാനും എനിക്ക് എന്തൊക്കെയോ ചെയ്യാനും ഒക്കെ ആധാരമായത് എന്തൊന്നോ ആ ഈശ്വര ശക്തിയാണ്. ആ ഈശ്വരഭാവം തൻ്റെ ശക്തിയോടുകൂടി കളിക്കുന്നതിലാണ് ഈ ഞാനടക്കം വന്നിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അതെന്നും ഉണ്ടാവണം, അതെന്നും മറക്കാതിരിക്കണം. ഭാഗവതത്തിൽ തന്നെ ഇന്നലെ ഇവിടെ അനുസ്മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഭീഷ്മസ്തുതിയുടെ ഒരു ഭാഗമുണ്ട്. അതിൽ യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ശരശയ്യയിലിരിക്കണ ഭീഷ്മര് മുമ്പിൽ കൃഷ്ണരൂപത്തിൽ നിൽക്കണ ഭഗവാനെ നോക്കി പറയണ വാക്ക് ഇതാണ്: ബാക്കി എല്ലായിടത്തുനിന്നും എൻ്റെ ശ്രദ്ധ മാറിയിരിക്കണു ഭഗവാനെ, ഇപ്പോൾ ഒരൊറ്റ ഒന്നിലേ ശ്രദ്ധയുള്ളൂ. ഏതൊന്നിലാ ചോദിച്ചാൽ എന്തൊന്നാണോ കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഭീഷ്മര് എന്നുള്ളൊരു പേരും കൊണ്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്, ആ ഒന്നിലേക്ക് മാത്രമേ എൻ്റെ ശ്രദ്ധ പോണുള്ളൂ എന്നാണ്. ആ ശ്രദ്ധ വെച്ച് പോയ ആള് എത്ര കൂളായിട്ട് ആ ജീവിതത്തിൽ ഇന്നലെകളിൽ സംഭവിച്ചതിൻ്റെ ഒരു സമ്മർദ്ദവും ഇല്ലാണ്ടാക്കി. ഇനി അങ്ങോട്ട് എന്തൊക്കെയോ വേണമെന്നുള്ള മോഹങ്ങൾ പോലും ഇല്ലാതെ കണ്ടായി. ഈ വേഷം എങ്ങനെ വന്നു എന്നൊന്ന് ശ്രദ്ധിച്ച് അതിന് ആധാരമായ ഒന്നിൽ മാത്രം ലയിച്ചിരുന്നു കൊണ്ട് എത്ര പെട്ടെന്ന് അങ്ങോട്ട് ഓഫായി പോണത് എന്നറിയോ? എത്ര സുഖമായിട്ടാ അതിന് പോലും സാധിക്കും എന്നർത്ഥം. ബ്രഹ്മാവ് പ്രാർത്ഥിക്കണതാണ് ഈ ഒരു ഓർമ്മ നശിക്കാതിരിക്കണം, എനിക്കും ഞാൻ അനുഭവിക്കുന്നതിനും ആധാരമായ ഒന്നിലേക്കുള്ള കണക്ഷൻ എന്നും വിടാതിരിക്കണം. കുറച്ചും കൂടി നല്ലൊരു വാചകം എന്താ വെച്ചാൽ, സ്വസാവതഭ്രകരുണോ ഭഗവാൻ വിവൃദ്ധ പ്രേമസ്മിതേന നയനാംബുരുഹം വിജൃംഭൻ ഉത്ഥായ വിശ്വവിജയായ ച നോ വിഷാദം മാധവിയാഗിരാപനയതാൽ പുരുഷ പുരാണ എന്ന് പറയുന്നു. എന്നോട് വേണ്ട പോലെ കടാക്ഷം കാണിച്ചും കൊണ്ട് പുഞ്ചിരിച്ച് താമര കണ്ണുകൾ തുറന്ന് ഇവിടെ എന്തൊന്ന് ഞാൻ ചെയ്യണമോ, എങ്ങനെ എനിക്കിതിനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുമോ, അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു മൂടലുണ്ടെങ്കിൽ അതില്ലാണ്ടെയാക്കി എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന എൻ്റെ വിഷാദത്തെ ഇല്ലാതെ കണ്ടാക്കി. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. എത്ര സുന്ദരമായ പ്രാർത്ഥനയാ നോക്കൂ. ഒരു ലോകത്രയ ഉപകരണമായി സ്വയം കാണുന്ന ബ്രഹ്മാവ് തനിക്കിവിടെ വേണ്ടത് ചെയ്യാനായിട്ട് ഭഗവാനെ തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ചിത്രം തരുന്ന ഒരു പ്രചോദനം എന്താണെന്നറിയോ? ഇതേപോലെ ഈ ബ്രഹ്മാവിൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടും കൊണ്ട് ഞാൻ ഇന്ന് ഇന്ന സ്ഥലത്ത് ഇന്ന കുടുംബത്തിൽ ഇങ്ങനൊരു രൂപത്തിൽ ആരുടെയോ എന്തൊക്കെയോ ബന്ധങ്ങളും പറഞ്ഞും കൊണ്ട് ഇതായിരിക്കുന്നു. എന്തൊക്കെയോ ചിലത് ഇന്നലെകളിൽ ചെയ്തു പോയിട്ടുണ്ട്, ഇന്നും ചില സാഹചര്യങ്ങളാണ് ഇരിക്കണത്, എന്തൊക്കെയോ ചിലത് ചെയ്യാനുണ്ട്, പല സ്വഭാവങ്ങളുണ്ട്. ഭഗവാനെ ഒന്ന് വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന എത്ര സിമ്പിളാ നോക്കൂ.
പക്ഷെ ആ സിമ്പിളാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രാർത്ഥന നമ്മളെ കൊണ്ടെത്തിക്കണത് ഏറ്റവും വലിയ ഒരു നിലയിലേക്കാണ്. ഉള്ളിലിരുന്ന് ഒന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ച് ഭഗവാനെ എപ്പോഴും വേണ്ടത് തോന്നിപ്പിച്ച് തരണേ എന്നുള്ളൊരു പ്രാർത്ഥന. ഇത് സൃഷ്ടിക്കാൻ പുറപ്പെടുമ്പോൾ ബ്രഹ്മാവ് പ്രാർത്ഥിക്കണതാ. ജീവിതത്തിൽ രാവിലെ ഒന്ന് തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കയറണ സമയത്ത് അതൊന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ചെയ്യാൻ സാധിച്ചാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് അത് കൊണ്ട് നടക്കാം. ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് അത് കഴിഞ്ഞാൽ അതൊന്ന് പോരുകയും ചെയ്യാം. ഇത് രണ്ടും പറ്റാണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഒരു വേഷത്തിലേക്ക് കടന്നാൽ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് അറിയില്ല. ആവശ്യം കഴിഞ്ഞാൽ വേഷം അഴിച്ചു വെക്കാനും പറ്റില്ല. ഒരാളോട് ചെന്ന് മിണ്ടുമ്പോൾ നന്നായി മിണ്ടണ്ടേ? വേണം. മിണ്ടിക്കഴിഞ്ഞ് തിരിച്ചു പോന്നാലും എന്നാലും അവൻ പറഞ്ഞ ശരിയായില്ല, ഞാൻ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടിരുന്നാൽ ബാക്കിയും കൂടി പ്രശ്നമാവും. നമ്മളൊക്കെ അത്രയേ ഉള്ളൂ. മിണ്ടുമ്പോഴും കുഴപ്പം, മിണ്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മയിൽ കുഴപ്പം. എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കുഴപ്പം, ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓർമ്മയിൽ പ്രശ്നം. ഓഫീസിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്യും, വീട്ടിൽ വന്നാലും വീട്ടിലത്തെ അഡ്രസ്സ് നോക്കാൻ പറ്റില്ല, അപ്പോഴേക്കും അതിൻ്റെ ഓർമ്മയിൽ അതുമൂലം പ്രശ്നം വരും. വീട്ടിലിരുന്ന് ഓരോ വേഷങ്ങൾ കഴിഞ്ഞ് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ പിന്നാലെ വന്നിട്ട് അത് അവിടുത്തെ നമ്മുടെ അഡ്രസ്സുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, അവിടുത്തെ നമ്മുടെ സ്ഥാനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. രാത്രിയിൽ എല്ലാം ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ ചിലത് പൊന്തിയിട്ട് വരും, ഞാൻ സമാധാനമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര കഷ്ടപ്പെടുന്നു, എത്ര മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ അനുഭവിക്കണം. അതില്ലാതെ കണ്ടാവും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ. നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട്, പണ്ടുള്ളവർ പകർന്നു തന്നിട്ടുള്ള ഈശ്വരനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇപ്പം ശ്രീനാരായണ ഗുരുദേവനൊക്കെ ദൈവം എന്ന് പറയണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ദൈവദശകത്തിൽ ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ദൈവമേ കാത്തുകൊൾക്കങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻപദം. കൈവിടാണ്ട് ഞങ്ങളെ കാക്കണം. ഇവിടെ കുറേ പ്രശ്നങ്ങളാകുന്ന ഒരു കടലിലിരിക്കണം ഞങ്ങൾക്ക്, ഒരു സമുദ്രത്തിൽ നിൽക്കണം ഞങ്ങൾക്ക്. അവിടുത്തെ പാദമാണ് ഇതിനെ കരകയറാനുള്ള തോണി, അവിടുന്നാണ് കടത്തിത്തരുന്ന തോണിക്കാരൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടത് ചെയ്യാനായിട്ട് എന്നെ പ്രചോദിപ്പിക്കുന്ന, എനിക്ക് താങ്ങായി, എനിക്ക് കൂട്ടായി നിൽക്കുന്ന ഒന്നായിട്ടാണ് ദാ ഈശ്വരഭാവത്തെ കാണിച്ചു തരുന്നത്, ആ ഒരു അറിവിനെ കാണിച്ചു തരുന്നത്. ഇനി അതിലും സിമ്പിളായിട്ടുള്ള പ്രാർത്ഥനകൾ. ദൈവമേ കൈതൊഴാം കേക്കുമാറാക്കണം, പാവമാം എന്നെ നീ കാക്കുമാറാക്കണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം. സിമ്പിൾ പ്രാർത്ഥനകളാ. അതും പോട്ടെ, മുത്തശ്ശിമാരൊക്കെ ചെറിയ കുട്ടികളെ ഒരു വിഗ്രഹത്തിന് മുന്നിലോ വിളക്കിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിലോ കൊണ്ടെത്തിക്കുമ്പോൾ കൈ കൂപ്പി പിടിക്കാനായിട്ട് ശീലിപ്പിക്കും, തൊട്ട് തലയിൽ വെക്കാൻ ശീലിപ്പിക്കും. കൂട്ടത്തിൽ പറയണ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനെ ആവണം, ഇനി വ്യത്യാസങ്ങളുണ്ടോയെന്ന് അറിയില്ല. അമ്പോറ്റി എന്ന് പറയും ചിലപ്പോൾ ഭഗവാന്, ചിലപ്പോൾ ഭഗവാൻ എന്നും പറയും. എന്ത് പേരില അച്ഛാ വിളിക്കും. എന്താ പ്രാർത്ഥിക്കാൻ പറയണത് ചോദിച്ചാൽ നല്ല ബുദ്ധി തോന്നിക്കണം എന്ന് പ്രാർത്ഥിക്കൂ കേട്ടോ എന്നൊരു ഭാവമുണ്ട്. മുത്തശ്ശിമാരൊക്കെ പ്രാർത്ഥിപ്പിക്കുക അങ്ങനെയാണ്, അച്ഛനമ്മമാരൊക്കെ ചെയ്യിപ്പിക്കുക അങ്ങനെയാണ്. പക്ഷെ എന്താ രസം എന്ന് വെച്ചാൽ കഷ്ടിച്ച് 2.5-3 വയസ്സ് വരെ ഉള്ളൂ ആ പ്രാർത്ഥനയൊക്കെ. 3.5 വയസ്സിൽ LKG ചേർന്നാൽ നല്ല ബുദ്ധി തോന്നിക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ ടോണൊന്ന് മാറും. പിന്നെന്താ വെച്ചാൽ നല്ല ബുദ്ധി തോന്നിക്കണം എന്ന് പ്രാർത്ഥിക്കൂ കേട്ടോ എന്നാ. ആ ബുദ്ധി എന്തിനാ ചോദിച്ചാൽ അവിടെ നിന്ന് അങ്ങോട്ട് സകല സാധനങ്ങളും പെട്ടെന്ന് കാണാണ്ട പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാ, അല്ലാണ്ട് ഒന്നിനുമില്ല. നേരെ മറിച്ച് അവനവൻ്റെ ഈ ജീവിതം, അവനവൻ്റെ ഈ ശരീരം, അവനവൻ്റെ ഈ മനസ്സ്, അവനവന് കിട്ടിയിട്ടുള്ള ഈ ഒരു ലോകം, അത് ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കാൻ ഇതിന് ആധാരമായ ശക്തിയോട് ഒന്ന് വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു വെച്ചാൽ എത്ര നല്ല മാറ്റങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉണ്ടാവും എന്നറിയോ. ഒരു പ്രാർത്ഥനയുടെ, ഒരു ഉപാസനയുടെ ബലമാണ് നമുക്കവിടെ കാണിച്ചു തരുന്നത്. ബ്രഹ്മാവ് പോലും സൂചിപ്പിക്കണത് അത്, അല്ലെങ്കിൽ ഈ ബ്രഹ്മാവ് കാണിച്ചു തരുന്ന ഒരു രീതിയിൽ നമുക്കിവിടെ വർണ്ണിച്ചു തന്നിരിക്കുന്നത് ആ ഒന്നാണ്. ധിയോ യോ ന പ്രചോദയാൽ എന്ന ഗായത്രി മന്ത്രം നമ്മൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയെ വേണ്ടതുപോലെ പ്രചോദിപ്പിക്കണേ, ഞങ്ങളുടെ ഉള്ളുകളെ വേണ്ടതുപോലെ പ്രചോദിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് ശീലിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഓരോന്നിലേക്കും കടക്കണതിന് മുമ്പുള്ള ഈ ഒരു പ്രാർത്ഥന, തനിക്ക് ആധാരമായി ഒന്നിനെ കണ്ടെത്തിക്കൊണ്ട് എന്തിവിടെ ചെയ്യണമെന്ന് വേണ്ടപ്പോൾ വേണ്ടതുപോലെ തോന്നിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന,
ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒന്നുപോലും നമ്മളെ ബാധിക്കാതിരിക്കുന്ന പ്രാർത്ഥന, ഒന്നും നമ്മളെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാതിരിക്കുന്ന പ്രാർത്ഥന. എല്ലാം വേണ്ട പോലെ ചെയ്യാം, ഒന്നും ഒരു കുരുക്കാവാതെ ഒരു നൂലാമാലയാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കുക. അല്ലെങ്കിലോ ഏറ്റവും കൂടുതൽ കഷ്ടമാണ്. ഭാഗവതം ഇഷ്ടം പോലെ രംഗങ്ങളിൽ ആൾക്കാരെ കാണിച്ചു തരുന്നുണ്ട്. ബ്രഹ്മാവിനെ തന്നെ കാണിച്ചു തരും, മറ്റ് കഥാപാത്രങ്ങളെയും കാണിച്ചു തരും. ഏറ്റവും സുന്ദരമായിട്ട് ഈ ഒരു രീതിയിൽ തങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു പോയ ആൾക്കാരെ വേണ്ടത് തോന്നിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഈ ഒരു രീതി. ഈ വാക്കുകൾ പറഞ്ഞ് ബ്രഹ്മാവ് നിർത്തി എന്നാണ് പറയുക. ഭഗവാൻ പറയണ മറുപടി എന്താണെന്നല്ലേ, അതാണ് ഏറ്റവും രസം. മാ വേദഗർഭഗാസ്തന്ത്രീം സർഗ ഉദ്യമമാവഹ തന്മയ ആപാദിതം ഹ്യഗ്രേ യന്മാം പ്രാർത്ഥയത്തെ ഭവാൻ ഭൂയസ്ത്വം തപ ആതിഷ്ഠ വിദ്യാം ചൈവ മദാശ്രയാം താഭ്യാം അന്തരിഹൃതി ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷ്യസ്യപാവൃതാൻ എന്ന രീതിയിൽ. മാ തന്ത്രീം ഗാഹ എന്ന് പറയുന്നു. ആലസ്യം തോന്നണ്ട, മടി തോന്നണ്ട, ഭാരമായിട്ട് തോന്നണ്ട, ടെൻഷൻ തോന്നണ്ട, പേടിക്കണ്ട എന്നൊക്കെ അതിനർത്ഥം. സർഗേ ഉദ്യമമാവഹ, ധൈര്യമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പൊക്കോളൂ. എന്തൊന്നാണോ അങ്ങ് ഇപ്പം ചെയ്തു തരണമെന്ന് പ്രാർത്ഥിച്ചത്, എന്തൊരറിവാണോ അങ്ങ് നന്നായിട്ട് ജീവിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്, നന്നായിട്ട് അങ്ങയുടെ ഡ്യൂട്ടി ചെയ്തു പോകാൻ വേണമെന്ന് ആവശ്യപ്പെട്ടത്, അത് ഞാൻ അങ്ങയിൽ ആദ്യമേ നേരെയാക്കി വെച്ചിട്ടുണ്ട്. എന്തേ ചെയ്യേണ്ടതുള്ളൂ? വീണ്ടും തപസ് ചെയ്യുക. വേണ്ടതുപോലെ എന്നെ ആശ്രയിച്ചിരിക്കുന്ന വിദ്യയെ അഭ്യസിച്ചു പോവുക. അതിലൂടെ വേണ്ടത് അങ്ങേക്ക് വെളിവാകും, വേണ്ടത് ചെയ്യാനായിട്ട് അങ്ങേക്ക് സാധിക്കും. ഭംഗിയായിട്ട് ഇതെല്ലാം കൊണ്ടു നടക്കാനുള്ള ആ ഒരു അനുഗ്രഹം അങ്ങേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു തരുന്നു. ഈ വാക്കുകളൊന്ന് നോക്കൂ. നന്നായി ജീവിക്കാൻ ഉള്ള അറിവ് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറയണത്, അറിവ് നിന്നുള്ളിൽ നേരെയാക്കി ആദ്യം ഞാൻ വെച്ചിട്ടുണ്ട്, അതവിടെ ഉണ്ട് എന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് ദിവസവും ഉപാസിച്ചാൽ മതി, ഒന്ന് ദിവസവും അതിലേക്ക് ഒരു ശ്രദ്ധ വെച്ചാൽ മതി എന്നാണ്. എന്തൊക്കെ ചില ചിട്ടകളാണോ നമ്മളെ അതിന് സഹായിക്കുക, എന്തൊക്കെ ചില ഇതുപോലുള്ള സ്വാധ്യായങ്ങളാണോ നമ്മളെ അതിന് സഹായിക്കുക, അതിലൂടെ പൊക്കോളാൻ പറയുന്നു. എന്നുള്ളിലുണ്ട്, എൻ്റെ ജീവിതം എങ്ങനെയായാലും അതിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനുള്ള ശക്തി. എത്തും പിടിയും കിട്ടണില്ല പറയണ്ട, എങ്ങനെയാ അതിനെ കൊണ്ടു നടക്കുക എന്നറിയില്ല എന്ന് പറയണ്ട, എന്താണ് ഞാൻ ഈ ജീവിതം വെച്ച് ചെയ്യുക ഭഗവാനെ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയണ്ട. അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്. എവിടെ ജനിച്ചവരായാലും, എങ്ങനെയുള്ള ശരീരം ലഭിച്ചവരായാലും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ പെട്ടുപോയവരായാലും, ഇന്ന് ഏതൊക്കെ ഉത്തരവാദിത്വങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരായാലും, ഒരു മകനായി, ഒരു മകളായി, ഒരു സഹോദരനായി, ഒരു സഹോദരിയായി, ഒരു ഭാര്യയായി, ഭർത്താവായി, അച്ഛനായി, അമ്മയായി, മുത്തശ്ശനായി, മുത്തശ്ശിയായി, അതിനിടയിൽ സമൂഹത്തിൽ എന്തൊക്കെ റോളുകളിലേക്ക് കയറുന്നുണ്ടോ ആ റോളുകളൊക്കെ, കുറച്ച് ദിവസങ്ങളിലേക്കോ കുറച്ച് മണിക്കൂറുകളിലേക്കോ മാത്രമായിട്ട് നമ്മൾ എന്തൊക്കെ റോളുകളിലേക്ക് കയറുന്നുണ്ടോ ആ റോളുകളെല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ, അതൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ, അഹങ്കാരം വരാണ്ടിരിക്കാൻ, ഇനി താൻ എന്തോ മോശക്കാരനാന്നുള്ള കോംപ്ലക്സ് ഇല്ലാണ്ടിരിക്കാൻ, ഇന്നലെകളെ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ, നാളെകളെ ഓർത്ത് ആശങ്കപ്പെടാതിരിക്കാൻ, എന്തോ ചിലത് സംഭവിക്കുമ്പോഴേക്കും എൻ്റെ ജീവിതം നശിച്ചു എന്ന് തോന്നാണ്ടിരിക്കാൻ, അതിനെല്ലാം സാധിക്കണം. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാണ്ടേ ഏറ്റവും നന്നായിട്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബ്രഹ്മദേവൻ കാണിച്ചു തരുന്ന വാക്കുകളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ സാധിക്കണമെന്നാണ്. ഇന്നത്തെ കാലത്ത് എത്ര ആവശ്യമുള്ളൊരു വഴിയാണെന്നറിയോ? കാരണം ഏറ്റവും അധികം ഒന്ന് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം തൊട്ട് രാത്രി ഉറങ്ങണ വരെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഉറങ്ങും, ഉണരുമ്പോൾ വീണ്ടും ഉറക്കപ്പിച്ച് വരുന്നതുകൊണ്ട് വീണ്ടും കിടക്കും, വീണ്ടും ഉണരും. ഒരു 2 മിനിറ്റ് നേരം പോലും ഒന്ന് അവനവനെ സ്റ്റഡി ആയിട്ട് ഇരുത്താൻ കിട്ടാത്തത് കൊണ്ട്, ഒരു ചെറിയൊരു പ്രാർത്ഥനയുടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് അവനവനെ ഒന്ന് അടങ്ങി ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു സമയം പോലും കിട്ടാതെ കണ്ട് നേരെ ഇറങ്ങി പുറപ്പെടുമ്പോൾ രാവിലെ മുതലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ കാണാം. നമ്മളൊക്കെ ഡെയിലി ലൈഫ് വെച്ചിട്ടാട്ടോ പറയണേ. രാവിലെ നീട്ട് കഴിഞ്ഞാൽ അപ്പം തല ചൊറിയുന്ന ആൾക്കാരുണ്ട്.
ഓ രാവിലെ ആയില്ലേ എന്ന് ചോദിച്ചിട്ട്, ഇനി അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഓരോന്നും ജീവിതത്തിൽ മടുത്തു പോകുന്ന ഭാരമായി പോണ ആൾക്കാരുണ്ട്. ഓരോ ഉത്തരവാദിത്വങ്ങളെയും എന്തിനേ ഈ നശിച്ച ജീവിതം എനിക്ക് തന്നത്, എന്തിനെ ഇത്തരത്തിലൊരു നിലയിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് എന്ന് ചോദിച്ചെന്നും പഴി പറഞ്ഞ ആവലാദികളും വേവലാദികളുമായിട്ട് പോണ ആൾക്കാരുണ്ട്. അതെല്ലാം ഇല്ലാതെ കണ്ടാക്കി പോവാൻ എത്ര ഭംഗിയായിട്ടാണ് ഈ വാക്കുകൾ. നമ്മുടെ ഉള്ളിലുണ്ട് ആ ഒരറിവ്. ഒന്ന് വേണ്ടതുപോലെ ആശ്രയിച്ചേക്കുക. ആരോ പറഞ്ഞിരിക്കണു, നൊന്തു പ്രാർത്ഥിക്കും നേരമെപ്പോഴും നെഞ്ചിൽ സാന്ത്വനമേകീടും അക്ഷയാമൃതവാരിധി എന്നിൽ അറിവായെന്നും വിളങ്ങിടും. ഈ ഒരു പ്രാർത്ഥന, വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന. എവിടെയൊക്കെയോ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഏതൊക്കെയോ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു ഞാൻ, ഇതിനെല്ലാം ആധാരമായി എന്നുള്ളിൽ തന്നെ എപ്പോഴും കൂടെയുള്ള ആ ഒരു ശക്തിയെ ഒന്ന് മുറുക്ക പിടിക്കുകയാണ്. ഈ ഞാൻ ഒന്ന് ഭംഗിയായിട്ട് ഇവിടെ നടക്കണം. ഈ ഞാൻ വേണ്ട എപ്പിസോഡുകളിലൂടെ ഭംഗിയായിട്ട് പോകണം. ഓരോ എപ്പിസോഡും കഴിഞ്ഞ് അടുത്തിലേക്ക് കടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത്. ഒടുവിൽ ഏറ്റവും സുന്ദരമായിട്ട് ഇതാ ഭീഷ്മരൊക്കെ കാണിച്ചു തന്നതുപോലെ ഇതിങ്ങനെ ഓഫാക്കാനും പറ്റണം, ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട്. അതിനൊന്ന് തോന്നിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഭഗവാൻ പറയുന്നു, അങ്ങേക്ക് ഇന്ന് എന്നെ ഇങ്ങനെ കണ്ടെത്താൻ സാധിച്ചതുപോലും എൻ്റെ അനുഗ്രഹമാണ്, മറക്കണ്ട. ഇനി ഒരു ബുദ്ധിമുട്ടും അങ്ങേക്ക് ഉണ്ടാവൂല. എന്നിൽ ഉറച്ചു നിൽക്കുന്ന ബുദ്ധി, എന്നെ ഒരിക്കലും മറക്കാതിരിക്കുന്ന ഭാവം അങ്ങേക്ക് എന്നും കൂടെ ഉണ്ടാവും. പ്രജാ സംസൃജതോപിതേ എന്ന് പറയുന്നു. വേണ്ടതെല്ലാം ചെയ്തു മുന്നോട്ട് പോണ സമയത്തും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അങ്ങേക്ക് ഉണ്ടാവില്ല. ഋഷിമാദ്യം ന ബധ്നാതി പാപീയാം സ്ത്വാം രജോ ഗുണ യൻ മനോമയി നിർബദ്ധം പ്രജാ സംസൃജതോപിതേ. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുക്കണം. എന്തൊക്കെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്താലും ഈ ഒരു കണക്ഷൻ നേരെയാക്കി കിട്ടുകയാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പോലും ഭഗവാൻ അവിടെ പറയണതായിട്ട് കാണാം, ബ്രഹ്മാവിനെ മുൻനിർത്തിയിട്ട്. നമുക്ക് ഈശ്വര ആരാധനയിലൂടെ, പലതരം ആചാര അനുഷ്ഠാനങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള ഗ്രന്ഥപഠനങ്ങളിലൂടെ കിട്ടാവുന്ന ഏറ്റവും വലുത് ഓരോ നിമിഷവും വേണ്ടത് ചെയ്തു പോവാനുള്ള ഈ ഒരു അറിവാണ്. ആ അറിവിനെയാണ് ഓരോ തരത്തിലും ഓരോ ഗുരുമുഖത്തു നിന്നും ഓരോ ശിഷ്യന്മാരും സ്വീകരിച്ചതായിട്ട് അവിടെ ഇവിടെയും ഭാഗവതം കാണിച്ചു തന്നിട്ട് അവസാനം പറയണത്, ഇത് നേടിക്കഴിഞ്ഞാൽ പിന്നെ നേടാനൊന്നുമില്ല, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നുമില്ല, ഇത് സ്വീകരിച്ചവൻ ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കണു, പരമാനന്ദത്തോടു കൂടി ജീവിതം പൂർത്തിയാക്കണോ എന്നല്ല. ആവശ്യമുള്ളതാണ് ഈ ഒരറിവ്. ഏറ്റവും ബേസിക്കായിട്ട് ആവശ്യമുള്ളതാണ് ഈ ഒരറിവ്. ജീവിതത്തിൽ ഓരോ മേഖലകളും നന്നായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ, ഒന്നും നമുക്കൊരു ഭാരമാവാതിരിക്കണമെങ്കിൽ. ടെക്നോളജി മാറി വരുന്ന കാലമാണ്. ഉത്തരവാദിത്വങ്ങളും പലതരത്തിലുള്ള സാഹചര്യങ്ങളും പലർക്കും പലതരത്തിലായി പോകുന്ന കാലഘട്ടമാണ്. എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ, ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷവും ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ ഈ ഒരു ഭാഗം ഒന്ന് ശീലിച്ച് വെച്ചേക്കാം. അനുഗ്രഹം കിട്ടിയ ബ്രഹ്മാവ് തൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ ചിത്രം നമുക്കിവിടെ ഉപകാരം ആവണതാ. തൻ്റെ കാര്യങ്ങളങ്ങോട്ട് തുടങ്ങിയപ്പോൾ വലിയ പ്രളയജലത്തിൽ ഈ താമരപ്പൂവ് ഇളകാൻ തുടങ്ങിയിത്രേ, തൻ്റെ സ്ഥാനം ഇളകാൻ തുടങ്ങിയിത്രേ. വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറയുന്നു, വലിയ കൊടുങ്കാറ്റും പേമാരിയൊക്കെ ആയിട്ട്. ആ ബുദ്ധിമുട്ടുകളിൽ പോലും നേരത്തെ ഭഗവാൻ പറഞ്ഞതുപോലെ ഭഗവാനെ മുറുക്ക പിടിച്ച ബ്രഹ്മദേവന് അതിനെയൊക്കെ ഇല്ലാതെ കണ്ടാക്കി മുന്നോട്ട് പോവാൻ സാധിച്ചു എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ ഇതേ ഭാഗവത ഗ്രന്ഥത്തിൽ ഒരു ഭാഗത്ത് ദേവന്മാർ ഭഗവാന്റെ അടുത്ത് പണ്ട് ബ്രഹ്മാവിന് പോലും പ്രളയകാലത്തുണ്ടായ ബുദ്ധിമുട്ട് ഏതൊരു ഈശ്വരനെ സേവിച്ചപ്പോഴാണോ ഇല്ലാണ്ടായത്, ആ ഈശ്വരൻ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതയിൽ നിന്നും ഞങ്ങളെ കരകയറ്റിയിടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം കാണാം. ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് സഹായമാണ്. ഇങ്ങനെ ആശ്രയിച്ചു പോവുകയാണെങ്കിൽ പേമാരി കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത് പുറമേ വരുന്നതല്ല, ഉള്ളിൽ വരുന്നത് കുറച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഉള്ളിൽ വരുന്ന ചില തിരമാലടികളുണ്ട്, ഉള്ളിൽ വരുന്ന ചില കൊടുങ്കാറ്റുകളുണ്ട്, ഇരുട്ടുകളുണ്ട്. അവിടെയെല്ലാം വേണ്ടത് തോന്നാൻ
വേണ്ട പോലെ മുന്നോട്ട് പോവാൻ ഈ നിലയ്ക്ക് പോണവർക്ക് സാധിക്കും എന്ന് പറഞ്ഞു തരണു. എത്ര പേരുടെ ജീവിത ഭാഗവതം കാണിച്ചു തരണേ. ഈ ബ്രഹ്മാവിൻ്റെ തന്നെ സൃഷ്ടിയെ പറ്റിയൊക്കെ പറഞ്ഞു പോണ സമയത്ത് ആദ്യ മനുഷ്യഭാവമായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്വയംഭുവ മനുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. അദ്ദേഹം ഒരു അച്ഛനായിരുന്നു, ഭർത്താവായിരുന്നു, അദ്ദേഹം ഒരു ഭൂലോക ചക്രവർത്തിയായിരുന്നു. ഒരു നിമിഷം പോലും ഒരു തരത്തിലുള്ള ടെൻഷനോ അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ഒരു നിമിഷം പോലും ഒരു തരത്തിലുള്ള ശാരീരികമോ മാനസികവുമായ ക്ലേശങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ഓരോ നിമിഷവും ആനന്ദത്തോടു കൂടിയേ ജീവിച്ചിട്ടുള്ളൂ. ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചേ പോയിട്ടുള്ളൂ. എന്തേ കാരണം എന്ന് ചോദിച്ചാൽ ഇതിനാധാരമായ ഈശ്വരനിൽ ഇതുപോലെ ശ്രദ്ധ വെച്ച് വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടായിരുന്നു. എത്ര പേരാ അങ്ങനെ? ആദ്യമേ ഇത് ഉൾക്കൊണ്ട് ശീലിച്ചു പോണവർ എത്ര പേരാ ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കണത്? ഇന്നും എത്രയോ പേരാണ് ഈ ഒരു അറിവിനെ ഉറപ്പിച്ചു വെച്ചും കൊണ്ട് അവനവൻ്റെ ഈ ലൈഫിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാനുള്ളതായാലും ഭംഗിയായിട്ട് ചെയ്ത്, ഒന്നും നാളത്തേക്ക് ഒരു ഭാരമായി മാറാതെ ചെയ്ത്, ഇന്നലെകളൊന്നും ഇന്നത്തേക്ക് ഭാരമാകാതെ കണ്ടായി ഏറ്റവും വൃത്തിയായിട്ട് ഈ ജീവിതം പൂർത്തീകരിക്കുന്നത് കാണിച്ചു തരുന്നു. നല്ല ചില ആചാരാനുഷ്ഠാനങ്ങൾ, നല്ല രീതിയിൽ നമ്മൾ സമാജത്തിൽ പ്രവർത്തിക്കുന്നത് നിസ്വാർത്ഥമായിട്ടാവട്ടെ. ഇങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങൾ പഠിക്കൂ. നാമം ചൊല്ലുമ്പോൾ സുഖമാവണ്ടെങ്കിൽ ചൊല്ലിക്കോളൂ. ഇനി നാമരൂപങ്ങളില്ലാണ്ട് ഒരു പ്രത്യേക രീതിയിൽ ശ്രദ്ധിക്കണതാണ് സുഖമാവണത് എന്നുണ്ടെങ്കിൽ, അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ളൊരു കണക്ഷൻ ദിവസവും ശീലിച്ചാൽ അത്രയും നല്ലതെന്ന് തീർച്ചയായിട്ടും നമുക്കൊക്കെ പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന ഒരു നല്ല ഭാഗമാണ് ദാ ഇവിടെ ബ്രഹ്മാവിൻ്റെ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. ദിവസവും രാവിലെ ഒന്ന് ഉണരുമ്പോൾ ഒരു 2 മിനിറ്റ് ഇഷ്ടമുള്ള പേരിലോ ഇഷ്ടമുള്ള രൂപത്തിലോ, ഇനി പേരും രൂപവും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ടേയും ആ ഒന്ന് എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി, ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ആയതിന് ആധാരമായ ഒന്ന് എന്നുള്ള സങ്കല്പത്തോടു കൂടി ഒന്നുള്ളിൽ അങ്ങനെ ഒരു ഉജ്ജ്വല രൂപം ഉണ്ട് എന്നൊന്ന് സങ്കല്പിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കൂ. ഭഗവാനെ വേണ്ടത് തോന്നിപ്പിക്കണേ എന്നുള്ളത് ഒരു സംശയവുമില്ല. ആ നിമിഷം മുതൽക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ, നാട്ടിൽ എന്തൊക്കെ ചെയ്യാനുണ്ടോ, ഏതൊക്കെ റോളുകളിലൂടെ ഈ ജീവിതത്തിൽ പോവേണ്ടതുണ്ടോ, ഓരോ നിമിഷവും ഏറ്റവും സുന്ദരമായിട്ട് ഭംഗിയായിട്ട് നമുക്ക് ചെയ്ത് പൂർത്തിയാക്കാം. അറിയാണ്ട തോന്നിപ്പോവലുകൾ ഉണ്ടാവില്ല, അശ്രദ്ധകൾ ഉണ്ടാവില്ല, മടുപ്പുകൾ ഉണ്ടാവില്ല, ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ബോറടികൾ ഉണ്ടാവില്ല. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടേ സ്വന്തം ജീവിതം നല്ല നിലയ്ക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. പണ്ടാരോ പറഞ്ഞൊരു വാചകം, ഒരു നാൾ അരനാഴിക ചിന്ത ചെയ്യൂ കരുണാവാരിധിമിന്ദിരാമണാളം, അത് പുനരമ്പതും പിന്നൊരയും ശുദ്ധമതാക്കിടുന്നു. അതും കൂടി ഇവിടെ ചേർത്തെടുത്താൽ ദിവസം ഒന്ന് ഈ ഒരു ഭാഗം ഉറപ്പിച്ചു വെച്ച് പോയി നോക്കൂ. ആ അറിവ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും, ഓരോ നിമിഷവും കൂടെ ഉണ്ടാവും. ഏറ്റവും സുന്ദരമായിട്ട് ജീവിക്കാം. ദാ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കേൾക്കാനിരിക്കുകയാണ്. ഈ കേൾക്കാനിരിക്കുന്നത് ഒരു റോളാണ്. ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക റോളാണ്. ഇവിടെ ഇരിക്കുമ്പോൾ റോള് തുടങ്ങും, ഇറങ്ങിയ റോള് കഴിഞ്ഞോളണം, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ടെൻഷൻ, ഇതിൻ്റെ ഭാരം കുറേ വരും. എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും. ഈ റോളിൽ ഇരിക്കുമ്പോൾ ഇങ്ങോട്ട് കയറുന്നത് വരെ വേറെ എന്തൊക്കെ റോളാണോ ഓർമ്മയിലുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ ഭാരം വന്നാൽ ഇവിടെ ഇരുന്നത് പറയാനും പറ്റില്ല. കേൾക്കുമ്പോഴും അങ്ങനെ തന്നെ. ഓരോന്നും സുന്ദരമായിട്ട് കൊണ്ട് നടക്കാൻ ഈ വഴിയിലൂടെ സാധിക്കും. ഇപ്പോൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അറിയാത്തത് കൊണ്ടാണ് ശാരീരികവും മാനസികവുമായ പല ക്ലേശങ്ങളിലൂടെയും ഈ കിട്ടിയൊരു ജീവിതം ആസ്വദിക്കാൻ പറ്റാണ്ടേ നമുക്ക് ഓരോരുത്തർക്കും പോവേണ്ടി വരുന്നത്. ദാ ഇവിടെ കാണിച്ചു തരണു. ഇന്ന് നമ്മളിവിടെ ആയതിന്, ഇന്ന് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലായതിന്, ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നതിന് ആധാരമായ ആ ഒന്നിനെ ഒന്ന് മുറുക്ക പിടിച്ചാൽ, ഒന്ന് ദിവസവും ആശ്രയിച്ചു പോയാൽ, ഓരോ നിമിഷവും ആശ്രയിച്ചു പോയാൽ, അത് ഏത് വഴിയിലൂടെ ആയാലും വിരോധമില്ല, ആശ്രയിച്ചു പോയാൽ ഇതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും ജീവിതത്തെ വെറുക്കില്ല, ഒരിക്കലും നമ്മളെ വെറുക്കില്ല, ഒരിക്കലും ഈ ജീവിതം മോശമാണെന്ന് തോന്നില്ല, ഭാരമായിട്ട് തോന്നില്ല. ഏത് പ്രായത്തിൽ എവിടെ ഏതൊക്കെ സാഹചര്യത്തിൽ ഇരിക്കണവർക്കും ഓരോ നിമിഷവും ഏറ്റവും നന്നായിട്ട് കൊണ്ട് നടന്ന് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് കാണിച്ചു തരികയാണ്. അപ്പം അതിന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ അനുസ്മരണം പോലും അത്തരത്തിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങളിൽ ആ കണക്ഷൻ വിടാതെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഈ അനുസ്മരണം ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആഴമേറും നിന്മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം.